الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين صدق الله مولانا العظيم. ഏറ്റവും ആദരണീയരായ ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠരെ, കാരണവന്മാരെ, കമ്മിറ്റി ഭാരവാഹികളെ, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളെ, അനുജന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഈ വിശുദ്ധ റമളാനിൽ ഒരുമിച്ച് കൂടിയതിനെ നാളെ മീസാനിൽ കനം തൂങ്ങുന്ന കനപ്പെട്ട അമലുകളിൽ അല്ലാഹു ഇതിനാക്കി തരട്ടെ. ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡ് സമയങ്ങളും ഇത്തികാഫിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഓരോ എഴുത്തിക്കാഫിനിക്കും 3 ഹനാദിക്കിന്റെ വഴിദൂരത്തിൽ നരകത്തിന് അവനിൽ നിന്ന് അകറ്റുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒരു കിടങ്ങിന്റെ അകലം മശ്രിഖ് മുതൽ മഗ്രിബ് വരെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, കിഴക്കിൽ മുതൽ പടിഞ്ഞാറ് വരേക്ക് അകലത്തിലുള്ള 3 കിടങ്ങുകളുടെ അകലത്തിലേക്ക് അള്ളാന്റെ പള്ളിയിൽ ശരീരം കൊണ്ടുവന്ന് വെച്ച് എഴുത്തിക്കാഫിരുന്നവനെ നാളെ നരകത്തിനെ തൊട്ട് അവൻ അകറ്റുമെന്ന് പറഞ്ഞ ആ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഇത്തികാഫിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ മസ്ജിദിനെ ഇത്രയും മനോഹരമായ നിലക്ക് പടുത്തുയർത്താൻ വേണ്ടി ആരൊക്കെയാണോ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിച്ചത്, അള്ളാഹു അവർക്കൊക്കെ തന്നെ സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്ത് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ബന്ധപ്പെട്ടവർക്കും നല്ല റാഹത്തും സന്തോഷവും അള്ളാഹു നൽകട്ടെ. അള്ളാഹു താല നമ്മുടെ മക്കളെ ലോകത്തും ഉപകാരമുള്ള മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ആക്കി തരട്ടെ. നഷ്ടപ്പെട്ടു പോകുന്ന, ഖേദിക്കുന്നവരുടെ, സങ്കടപ്പെടുന്നവരുടെ വിഭാഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണമായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. ഇന്ന് വളരെ പരിമിതമായ സമയത്തിൻ്റെ ഇടക്ക് വലിയ ഒരു വിഷയത്തെ എങ്ങനെ നിങ്ങളുടെ മുന്നിൽ ചുരുക്കി ഒരു ക്യാപ്സ്യൂളാക്കിയിട്ട് എന്നാൽ കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും മനസ്സിലാകുകയും വേണം, ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റൊരു അറ്റത്തേക്ക് കൊണ്ടെത്തിക്കാൻ, അത് അവസാനിപ്പിക്കാൻ കഴിയോ എന്ന ആശങ്കയുമുണ്ട്. എന്തായിരുന്നാലും പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ, നമ്മുടെ മക്കൾ നഷ്ടപ്പെടരുത്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളാകരുത് എന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മക്കൾ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള വലിയ ഒരു മുതലാണ്, അനുഗ്രഹമാണ്. ഏറ്റവും വലിയ സമ്പത്ത് അതന്നെയാണ്, ഏറ്റവും വലിയ സമ്പത്ത്. വേറെ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ നമ്മുടെ വീടും, നമുക്കൊക്കെ ആശ്വാസം നൽകുന്ന നമ്മുടെ കൊപ്പം ടൗണിലെ, പട്ടാമ്പി ടൗണിലെ, പെരിന്തൽമണ്ണ ടൗണിലെ കോംപ്ലക്സുകളും ഫ്ളാറ്റുകളും, നമ്മൾ യാത്ര ചെയ്യുന്ന സ്വന്തമായി നമ്മൾ വാങ്ങിയിട്ടുള്ള നമ്മുടെ വാഹനങ്ങളും ഒക്കെ തന്നെ നമുക്കിവിടെ ഉപകരിക്കും. അൽഹംദുലില്ലാഹ്, ഒരു കുഴപ്പമില്ല. ഇവിടെ നമുക്കത് കണ്ട് ആനന്ദിക്കുകയും നമുക്കിവിടെ കണ്ടത് അഭിമാനിക്കുകയും മനസ്സിനൊരു കുളിർമയും സന്തോഷമൊക്കെ നൽകും. എന്നാൽ നമ്മളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും നമുക്ക് ആ മക്കളെ കാണുമ്പോൾ ഒരു ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, അങ്ങനെയല്ലേ? ഖുർറത അയ്യുൻ. ഖുർറത അയ്യുൻ എന്ന് പറഞ്ഞാൽ
നമ്മളൊരു ചെറുക്കൻ ആ പള്ളീന്റെ ആ വാതിൽ കയറി വരുന്നോട് കൂടെ നമ്മളെ തുണക്കാരോട് എന്റെ ചെറുക്കനാണ് വരുന്നത്. അങ്ങനെ ഖുറത്തായിയാണ്. ഒരു പേപ്പറിൽ കണ്ടാൽ ഇന്നലെ ആ ഫോട്ടോ വന്നില്ല, ഇന്നാ വന്ന ഫോട്ടോ ഉണ്ടല്ലോ, നമ്മളെ സുഹൃത്തുക്ക് വിളിക്കുക, ഒന്നാ വായിച്ച ആ റിപ്പോർട്ട് നമ്മളെ ചെറുക്കനാ. ഖുറത്തായിയാണ്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ ഭാര്യയില്, എന്റെ കുടുംബങ്ങളിലും മക്കളില് എന്റെ കണ്ണ് കുളിർമയാക്കണേ അല്ലാ. മുത്തഖീങ്ങൾക്ക് അവരെ ഇമാമാക്കണേ തമ്പുരാനെ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ തമ്പുരാനെ. വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ആ ഭാഗ്യം കിട്ടിയ ആളുകള് നമ്മളെ മക്കളിന് കയറി വരുമ്പോൾ, ഒരു സദസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്ക് പരിചയപ്പെടുത്താൻ, ഒരു അഭിമാനത്തോടുകൂടി പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിന് പല ആളുകൾക്കും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അല്ലാത്തവരതിന് ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നേരെ വിപരീതായ മക്കളുണ്ടാവും. നേരെ വിപരീതായ മക്കള്, ഓലെപ്പറ്റി നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തല്ല ചെയ്യാം. ഓലെ അങ്ങോട്ട് പരിചയപ്പെടുത്തല്ല, ഓലെ പേര് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു നെട്ടല. ചില ആളുകൾ പറയും, എടാ എന്റെ ചെറുക്കനേറ്റ് ഇന്നലെ ആ പേപ്പറിൽ ആ ഫോട്ടോ കണ്ട് ഞങ്ങനെ വായിച്ചമാതിരി തോന്നുന്നു, എന്റെ പേരും എന്റെ കുടുംബത്തിന്റെ പേരും ഇല്ലേ, എന്താ സംഭവം? ഒന്നുമില്ല, കഞ്ചാവ് പിടിച്ച കേസാ. കഞ്ചാവ് പിടിച്ച കേസാ. കൊട്ടേഷൻ സംഘത്തിലെ ഒരു അംഗമായിട്ട് പിടിച്ചുപറിയില്. ഓ, വാപ്പയാണെങ്കിലോ നല്ല മുത്തഖിയാ, കമ്മിറ്റിയിലുണ്ട്, എപ്പോഴും പള്ളിയിലുണ്ട്, ക്ലാസ്സിലുണ്ട്. പറഞ്ഞിട്ടെന്താ, ഒന്നങ്ങനെ ആയാൽ കഴിഞ്ഞില്ലേ? ഖുറത്തഈന്റെ നേരെ വിപരീതം. ദുന്യാവിലും മാനക്കേട്, ആഖിറത്തിലും മാനക്കേട്. ആഖിറത്തിന്റെ കാര്യം പറയും വേണ്ട. വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അത് ചിലപ്പോ നമ്മൾ കാരണമാണ് മക്കൾ അങ്ങനെ ആയി വിചാരിച്ചാൽ നമ്മളെ നെഞ്ഞത്തൊന്ന് കയറി നിന്നിട്ട് അള്ളാഹിനോട് പറയട്ടെ, ഓലൊന്ന് നിന്ദ്യരാകട്ടെ, നമ്മളെ നെഞ്ഞത്ത് നാളെ മഅ്ശറയിൽ കയറിക്കട്ടെ എന്ന്. ഓല് നരകത്ത് പോകാൻ കാരണം നമ്മളാണ്, അവരോട് ബന്ധപ്പെട്ടവരാണ്. ഇതാണ്. അപ്പൊ നന്നായി കിട്ടിയ അൽഹംദുലില്ലാഹ് ഖുറത്ത അയ്യുനാണ്. അള്ളാഹു നല്ല മക്കളെ നമുക്ക് നൽകട്ടെ, നല്ല മക്കളെ നമുക്ക് നൽകട്ടെ. ഈ മക്കളെ, നല്ല മക്കളെ കിട്ടാൻ നഷ്ടപ്പെടാത്ത ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നോക്കണ സമയത്താണ് സുപ്രഭാതം പത്രം മുന്നിൽ കൊടുന്നിട്ടെന്ന്. സുപ്രഭാതം പത്രം ഇങ്ങനെ മറിഞ്ഞു കിടന്നപ്പോ അതിന്റെ ലാസ്റ്റ് പേജാ കണ്ടത്. ആദ്യം തന്നെ കണ്ടത് ഈ വിഷയം. ലാസ്റ്റ് പേജിൽ ആദ്യം തന്നെ ഒരു പെട്ടിക്കോളത്ത് കണ്ട് ഈ വിഷയമാണ്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 5 വർഷത്തിന്റെ നഷ്ടപ്പെട്ട കുട്ടികളുടെ എണ്ണം 6025. ശരാശരി ഓരോ മാസവും നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുന്നു. ഓരോ ജില്ല തിരിച്ച്, ഓരോ സമുദായം തിരിച്ച് 50 കുട്ടികൾ വെച്ച് നഷ്ടപ്പെടുന്നു. എങ്ങട്ടാ അത് പോണെന്നറിയില്ല, എങ്ങട്ടാ ഈ കുട്ടികൾ അപ്രത്യക്ഷമാകുന്നത്. ഇതന്നെ ഈ 6025 കുട്ടികൾ കേരളത്തിൽ 5 വർഷത്തിനിടെ നഷ്ടപ്പെട്ടു എന്ന കണക്ക് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. സത്യത്തിൽ ഒരു പെൺകുട്ടി നഷ്ടപ്പെട്ടാൽ ഒരു രക്ഷിതാവ് പരാതി കൊടുക്കുന്നതിന്റെ മുമ്പ് 2 വട്ടം ആലോചിക്കും, ഞാനത് കൊടുക്കണോ, കൊടുത്താലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. നമ്മളൊരു മോള് നഷ്ടപ്പെട്ടു വിചാരിക്കുക, പടച്ചറബ് കാത്തുരക്ഷിക്കട്ടെ. സ്കൂള് വിട്ട് വന്നില്ല, കോളേജ് വിട്ട് സാധാരണ വരുന്നതാണ്, വരുന്നില്ല. ഓളെ കൂട്ടുകാരത്തിയോളെ വീട്ടിലൊക്കെ അന്വേഷിക്കും, ബന്ധപ്പെട്ട കുടുംബത്തിലൊക്കെ അന്വേഷിക്കും. വിവരമില്ലെങ്കിൽ നമ്മൾ നാട്ടിലത്തെ വേണ്ടപ്പെട്ട ഒരാളോട് ചെല്ലും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, കാണാമല്ലോ. ഓളടുത്ത് മൊബൈലുണ്ടോ ചോദിച്ചാൽ മൊബൈലൊക്കെ ഉണ്ട്, മൊബൈലൊന്നും ഇപ്പൊ എടുക്കണില്ല. ഇല്ല. കൂട്ടുകാരോട് ചോദിച്ചാൽ പറഞ്ഞു, ഒരു 2 ആളും പോലും അങ്ങനെ ഉണ്ടായി. പക്ഷെ നീ എന്താ നമ്മൾ ചെയ്യാം? അപ്പൊ വിവരമുള്ളവനാണ്. ചില ആളുകൾ പറയും, നിങ്ങളൊരു കാര്യം, ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്നും ഇപ്പം മണ്ടണ്ട. പോലീസ് സ്റ്റേഷനിൽ പോയാൽ മണ്ടിയാണ് ചെന്നു വിചാരിച്ചുകൊണ്ട് ആളെ കിട്ടുമൊന്നുമില്ല. ഓലത് എന്ത് ചെയ്യുള്ളൂ, ഒരു ഫോട്ടോ കൊണ്ടുവരാൻ പറയും, പത്രക്കാർക്ക് കൊടുക്കും. പത്രക്കാർ കൊടുത്താൽ നേരം വെളുക്കുമ്പോഴത്തെ ഫോട്ടോയിൽ നഷ്ടപ്പെട്ടു കണ്ടുകിട്ടുന്നവർ ഇന്നാലിനെ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം നൽകണം. പോകുമ്പോൾ എടുത്ത ഡ്രസ്സ് ഇന്ന ഡ്രസ്സാണ്, ഇത്ര ഉയരണ്ട്, ഇളം നിറം, ഭംഗിയുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഇതാരൊക്കെ വായിക്കും?
നമ്മളെ കുടുംബക്കാര്, നമ്മളെ നാട്ടുകാര്, പരിചയക്കാരും ഒക്കെ SSLC +2 കഴിഞ്ഞ കുട്ടിയാണ്, കാണാല്ലാന്ന്. ആകെ ചിലപ്പോൾ ഒരീസേ കാണാല്ലാതായിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നാട് മുഴുവൻ അറിഞ്ഞു. പിന്നെ ആ കുട്ടിനെ കെട്ടിക്കേണ്ട സമയത്ത് ഒരു ആലോചന വരുമ്പോ നാട്ടിലേക്ക് കാല് കുത്തൂല, അപ്പോഴേക്കിന് പോവും വണ്ടി. കാല് കുത്തൂല, അപ്പോഴേക്ക് പറയും അതാ പിന്നെ ചാടിപ്പോയ പെണ്ണിനെ പറ്റിയല്ലേ നിങ്ങൾ ചാടിപ്പോയ പെണ്ണോ. അപ്പൊ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുക്കൽ ആരാ? വളരെ അപൂർവം. അപ്പൊ എത്രയോ ചാടിപ്പോവുകയും നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ്. എങ്ങോട്ട് പോകുന്നു? എന്തിനു പോകുന്നു? എങ്ങോട്ടാ അവർ പോകുന്നത്? എന്തിനാ പോകുന്നത്? ആരാണ് അവരെ കൊണ്ടുപോകുന്നത്? ഇവർ കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ എന്ത്? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമുക്ക്, നമ്മുടെ മക്കളൊക്കെ നമ്മൾ സ്കൂളിലേക്കാണ് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് വരേക്ക് നല്ല ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പാണ്. കണ്ടെങ്കിലേ ഇപ്പോഴത്തെ കോളേജുകളും ഇപ്പോഴത്തെ ഈ സ്കൂൾ സാഹചര്യങ്ങളും മൊബൈലും ഈ കൂട്ടുകെട്ടും അതിന്റെ അടിയിൽ കൂടി ഇടകലർന്നിട്ടുള്ള ഇരുത്തും ഒന്നിനാത്തരം പോകുന്ന കോളേജിൽ, ഫറൂഖ് കോളേജിൽ എന്തിനെ കുറച്ചു കാലം സ്തംഭനം ഉണ്ടായത്? കോളേജിൽ വന്ന +2 കഴിഞ്ഞിട്ടല്ലേ കോളേജ് പോവുക? ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ? ആൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ കുട്ടികളെ, പെൺകുട്ടികളെ ഇടയിൽ മുട്ടുംകാല് തൊട്ടുരുമ്പിയിട്ട് തോള് തൊട്ടുരുമ്പിയിട്ട് ഇരുന്നെങ്കിലേ ഞങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കുള്ളൂ. അങ്ങനെയുള്ളെങ്കിലേ ഞങ്ങൾ ക്ലാസ്, അല്ലെങ്കിൽ ഇൻക്ലാബ് സിന്ദാബാദ്, ഞങ്ങൾ ഇവിടെ സ്തംഭിപ്പിക്കും, ഗേറ്റ് ബ്ലോക്ക് ചെയ്യും. അതിന് രാഹുൽ പശുപാൽ എന്ന് പറഞ്ഞ ആഗോള തമ്മാടിയുടെ ഒരു പിന്തുണയും പത്രക്കാരുടെ ഒരു പിന്തുണയും. ഇതല്ലേ നമ്മളെ സ്ഥാപനങ്ങള്. ഇങ്ങോട്ട് പറഞ്ഞേക്കാൽ അതെന്താ ചെയ്യാ? അവിടെ പോയ കുട്ടി ഇനി പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഏത് കോലത്തിലാ? നമ്മൾ ആദർശത്തിലുണ്ടോ? നമ്മുടെ വിശ്വാസത്തിലുണ്ടോ? നമ്മളെ വിശ്വാസത്തിൽ തെറ്റിപ്പോയ നമ്മുടെ കുട്ടിയാണോ? ഒന്നും ആലോചിച്ചത്. ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതാ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസമല്ലേ, കഴിഞ്ഞ ഓണത്തിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മളെ കാളികാവുകാരനായ ഒരു ബഷീർ ഗൾഫിൽ ടൈലറിംഗ് അടിച്ച് കിട്ടണ 1000 റിയാൽ 1200 റിയാലും കൊണ്ട് കുട്ടിക്ക് തൊട്ടടുത്തൊരു സ്ഥാപനത്തിൽ സീറ്റിന് കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് കെട്ടാൻ കാശില്ലാത്തതിന്റെ പേരിലാണ് മെറിറ്റിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയാക്കിയത്. തെസ്നി കഴിഞ്ഞ ഓണത്തിനുള്ള നായാട്ടില്, കഴിഞ്ഞ ഓണത്തിന് അവിടെയുള്ള കുട്ടികൾക്ക് പേ പിടിച്ചെന്നാൽ ചുവന്ന തുണിയും കറുത്ത കുപ്പായൊക്കെ ഇട്ട് ചെകുത്താൻ വണ്ടിയിലും കയറിയിട്ട് ആഘോഷിച്ചപ്പോ പാവം ആ ബഷീറിന്റെ മോള് തെസ്നി ബഷീർ ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റോട് കൂടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന മാതാപിതാക്കളുടെ കയ്യിലേക്ക് ചലനമറ്റ പൊന്നുമോളുടെ ശരീരം 3 കണ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുക ചെയ്തത്. ഇതാണ്. അപ്പൊ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പുറത്താണ് പോയാൽ അങ്ങനെ ആകുന്നവരുണ്ട്, ആദർശപരമായ വൈകല്യങ്ങൾ സംഭവിക്കുന്നവരുണ്ട്, മതപരമായിട്ട് നമ്മളിൽ നിന്ന് തെറിച്ചു പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ പലജാതി നഷ്ടപ്പെടലുകളും ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ എല്ലാവരും രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, എന്നാൽ നല്ലൊരു ശതമാനം രക്ഷിതാവ്. ഞാനൊരു രക്ഷിതാവാണ്. ഞാൻ എന്റെ മക്കളും ഞാനും ഉണ്ടാകേണ്ട സമീപനത്തിൽ നിന്നും അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ എന്ന് വിശ്വസിച്ച രക്ഷിതാവിൽ നിന്ന് ഉണ്ടാകുന്ന മക്കൾക്കാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണത്തെക്കാൾ ഉപരി നമ്മുടെ പൊന്നുമക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ശിക്ഷണമാണ്. അത് മദ്രസന്ന് കിട്ടും, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിന്ന് കിട്ടും എന്ന് വിചാരിച്ച് കാത്തിരിക്കാതെ നമ്മുടെ കൂടെ കൊണ്ടു നടന്നിട്ട് വളർത്തിയെടുക്കണം. പൊന്നുമക്കളെ കൂടെ കൊണ്ടു നടന്നിട്ട് വളർത്തിയെടുക്കണം. അതിന് കൊണ്ടു നടക്കാൻ പറ്റാവുന്ന രക്ഷിതാക്കളും ആവണം. നേരെ ചില രക്ഷിതാക്കളെ കൂടെ നടന്നാലേ മക്കൾ കേടുവരിക. അപ്പൊ കൂടെ നടത്തി നന്നാക്കാൻ പറ്റുന്ന ഒരു രക്ഷിതാവിന്റെ ഒപ്പം നിൽക്കുന്ന മക്കൾക്ക് രക്ഷിതാവിന്റെ ആദർശം, രക്ഷിതാവിന്റെ വിശ്വാസം, രക്ഷിതാവിന്റെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ചും കൊണ്ട് മക്കൾ വളരുള്ളൂ. എപ്പം രക്ഷിതാവിൽ നിന്നും അകന്നോ, എപ്പോ നല്ല മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ആകുന്ന ഒരു ഗ്യാപ്പ് കിട്ടിയോ, അവിടെ പിശാചിന്റെ സാന്നിധ്യവും അവിടെ വൃത്തികെട്ടവരിടപെടും. ഒരു സംശയമല്ല. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
അതിനാണ് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല ഒരു വാക്കുണ്ട്. അലി തങ്ങൾ കുട്ടികളെ ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് ഒരു മാതാപിതാക്കളുടെ കൂടെ നിർത്തേണ്ടതെന്നുള്ളത് അലി തങ്ങൾ പറയാം. അലി തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ തത്വചിന്തകനായിരുന്നു. അലി റളിയല്ലാഹു എല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടിരുന്ന മഹാനായിരുന്നു. ആ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല എന്ന് പറയാ, ഒന്ന് ലാഇബുഹും സബ്ആ വഅദ്ദിബുഹും സബ്ആ ലേ വസാഹിബുഹും സബ്ആ. 3 7 പറഞ്ഞത്. 3 7 കുട്ടിന് ജനിച്ച് 7 വയസ്സ് വരെ ലാഇബുഹും സബ്ആ, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ വഅദ്ദിബുഹും സബ്ആ, 14 തൊട്ട് 21 അതിന്റെ അപ്പുറത്തേക്കും വസാഹിബുഹും സബ്ആ. 3 ഘട്ടം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളോട് അങ്ങനത്തെ ഒരു സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് സ്വയം വിലയിരുത്തുക. വിശദീകരിക്കുന്നില്ല. ഒന്നെന്താ പറഞ്ഞത്? വലാഇബുഹും സബ്ആ, മക്കളെ കളിപ്പിച്ച് കൊണ്ട് നടത്തി അവരുടെ മനസ്സറിഞ്ഞ് അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചും സമാധാനിപ്പിച്ചും ആശ്വസിപ്പിച്ചും പിതാക്കൾ ഒപ്പം കൊണ്ട് നടക്കേണ്ട സമയമാണ് 7 വയസ്സ് എന്നുള്ളത്. 1 മുതൽ 7 വയസ്സ് വരെ. 7 വയസ്സ് വരെ നാട്ടിലുള്ള ഉപ്പാര്, നാട്ടിലുള്ള ഉമ്മയും ഉപ്പിയും അവരേറ്റ് ഒരു അകൽച്ചുണ്ടാവരുത്. അതിൽ നിന്ന് വിഘാതമാണ് ഇപ്പോഴത്തെ പുതിയ വിദ്യാഭ്യാസ രീതികളൊക്കെ വരുന്നത്. ഞാൻ അതിനെ എതിർക്കുക എന്ന് മനസ്സിലാക്കരുത്. വിദ്യാഭ്യാസ രീതിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും അകലുന്നതോടുകൂടി രക്ഷിതാക്കൾ എല്ലാം അങ്ങോട്ട് വിട്ടുവിടണം. ഒന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടിന് നമുക്കുള്ള സ്ഥാനത്രേന്നുള്ളൂ. നമ്മൾക്ക് വരുമ്പോ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവർക്ക് കിടക്കാൻ നല്ല റൂം, കട്ടില്, സൗകര്യങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ വാങ്ങിക്കൊടുക്കുക. അത്രേ നമുക്കുള്ളൂ. ബാക്കിയൊക്കെ ആരൊക്കെയോ കാറ്ററിംഗ് ഏൽപ്പിക്കുന്നത് പോലെ ഏൽപ്പിച്ചിരിക്കുക. അവിടെയാണ് അപകടം. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ നല്ലൊരു ഹോസ്റ്റൽ കണ്ടെത്തിയിട്ട് അവിടെ നിർത്തിയാൽ മതി. നമ്മളെ വീട്ടിൽ കൊടുക്കണേക്കാളും നല്ല ഭക്ഷണം കൊടുക്കും. നല്ല റൂമുണ്ടാവും, നല്ല സൗകര്യങ്ങളുണ്ടാവും. അപ്പൊ കേവലം ഒരു ഹോസ്റ്റലാവരുത് വീട്. ഒരു ഹോസ്റ്റലാവരുത്. ഭക്ഷണവും കിടക്കാനുള്ള സൗകര്യങ്ങളും അവർ വരുന്ന സമയത്ത് അതാവരുത്. പിന്നെ എന്താ വേണ്ടത്? 7 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 7 വയസ്സ് വരെ നമ്മളെ കുട്ടികളെ നമ്മളെ ഒപ്പുണ്ടാവണം എന്നാണ് ഒരു പരിധിവരെ ഇതിന്റെ അർത്ഥം. വലാഇബുഹും സബ്ആ. ആ പ്രായം കളിച്ചിരിയുടെ സമയമാണ്. കളിച്ചിരിയുടെയും കഥ കേൾക്കണ്ടേയും നമ്മുടെ പാരമ്പര്യങ്ങൾ പകർത്തി കൊടുക്കണ്ടേയും ഉമ്മാന്റെയും വല്യമ്മാന്റെയും വല്യപ്പാന്റെയും ചൂടും ചൂരുമേറ്റും കൊണ്ട് നടക്കേണ്ട ടൈമാണ്. അങ്ങനെ വളരേണ്ട ടൈമാണ്. ആ സമയത്ത് ലാഇബുഹും സബ്ആ, കുട്ടികളെ നമ്മുടെ മനസ്സിലേക്ക് അടുപ്പിക്കുക. കളിയിലൂടെ, വിനോദത്തിലൂടെ ആ കുട്ടികളെ നമ്മുടെ മനസ്സിലേക്ക് അടുപ്പിക്കുക. ആർക്കെങ്കിലും അതിന് സമയം കണ്ടെത്താറുണ്ടോ? എന്നാലോചിച്ച് നോക്കി. നമ്മൾ പറയുന്ന ഈ കുട്ടികളൊപ്പൊക്കെ കളിക്കണമൊക്കെ വലിയ മണ്ടത്തരാണ്, വലിയ വിഡ്ഢിത്തരാണ്. കുട്ടികളൊപ്പം കളിക്കുക എന്ന് പറഞ്ഞാല് കുട്ടികളൊപ്പം ഒന്നും കളിക്കാറില്ല. നമ്മളെ സ്റ്റാറ്റസിനൊന്നും ചോദിച്ചല്ല എന്നുള്ളൊരു തോന്നല. എന്നാ കേട്ടോ, മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു. ആരാ മുആവിയ? അബൂ സുഫിയാന്റെ മകനാ. അബൂ സുഫിയാൻ ആരാ? വലിയ ഖുറൈശി പ്രമാണിയ, വലിയ ആളാ. അയാളുടെ മകനോ അയാളെക്കാളും വലിയ ആളാ. അയാളെക്കാൾ എല്ലാം കൊണ്ടും വലിയ ആളാ. പണം കൊണ്ട്, പ്രതാപം കൊണ്ട്, ധൈര്യം കൊണ്ട്, ആൾബലം കൊണ്ട് ഒക്കെ വലിയ ആളാ അബൂ സുഫിയാൻ, മുആവിയ. ആ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഉമർ തങ്ങൾ കണ്ടിട്ടല്ലേ പറഞ്ഞത്? ഉമർ റളിയല്ലാഹുവിനെ കണ്ടിട്ടാ പറഞ്ഞത്. ഉമർ റളിയല്ലാഹുവിന് ആരാ? ഉമർ റളിയല്ലാഹുവിന് മോശമല്ല. തൊട്ടിയിലാട്ടുന്ന കുട്ടി വരെ, 2-3 വയസ്സായ കുട്ടി വരെ ഈ വീട്ടിലുള്ള ആളുകൾ ഉമർ തങ്ങളുടെ ധീരതയും ഉമർ തങ്ങളുടെ നീതിയും ഉമർ തങ്ങൾ അനീതിക്കെതിരെയുള്ള കർക്കശ നിലപാടുകളും കേട്ട കുട്ടി ഉമർ എന്നറിയുമ്പോഴേക്ക് നമ്മൾ പറയില്ലേ കുട്ടികൾ വരെയെന്ന്. എന്താ പറയാൻ കാരണം? ഇവലെ വീട്ടുകാരിങ്ങനെ ചർച്ച ചെയ്യണ കുട്ടി കേൾക്കണേ. അപ്പൊ ഉമർ ആകെ പേടിപ്പിക്കാൻ പറ്റിയ പറയുന്നൊരു പേരാണ് ഉമർ. ഉറങ്ങണില്ലെങ്കിൽ, വികൃതി ആയിട്ടാണെങ്കിൽ ഇതാ ഉമറ ഉണ്ണുണ്ടാ വരുന്നത്. ഭക്ഷണം കഴിക്കണില്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് പറയും, ഉമറിനോട് പറയും. അങ്ങനെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നവും ഇല്ലേ? അങ്ങനത്തെ ഉമർ തങ്ങൾ, മുആവിയ തങ്ങൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ഒന്ന് തടുത്ത് നിർത്തിയിട്ട് അടി മുതൽ മുട്ടി വരുന്നിങ്ങനെ നോക്കിയിട്ടാ പറഞ്ഞത്, ഓ അന്ത കൈസുറോ, എടാ പഴജ് ആര കൈസുറോ.
ആര കൈസർ രാജാവോ? കൈസർ രാജാവോ എന്ന് ചോദിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൈന്യാധിപനും സൈന്യങ്ങളുള്ളതും വലിയ സെറ്റപ്പുള്ള ആളാ കൈസർ രാജാവ്. ഓരോടാണ് ഉപമിച്ചിട്ടുള്ളത് ഈ മുആവിയ തങ്ങളെ. അപ്പോൾ മുആവിയ തങ്ങളെ ഉമർ തങ്ങളെ തട്ടിച്ചു നോക്കുമ്പോ തന്നെ മുആവിയ തങ്ങളുടെ ഹൈറ്റും വെയിറ്റും ധൈര്യവും 12 കൊല്ലം ഭരണം കയ്യിലെടുത്തില്ലേ? ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അടിച്ചമർത്തിയിട്ട് യസീദിന്റെ മുമ്പേ 12 കൊല്ലം മുആവിയ തങ്ങൾ ഭരണം നിലനിർത്തിയിട്ടുണ്ട്, നല്ല നിലക്ക് ഭരണം നടത്തിയിട്ടുണ്ട്. ആ മുആവിയ തങ്ങളെ പറ്റി ഉമർ തങ്ങൾ പോലും പറഞ്ഞെങ്കിൽ ആ മുആവിയ തങ്ങൾ ഭരണം നടത്തുമ്പോഴാണ് ഒരു സുഹൃത്ത് തന്റെ വീട്ടിലേക്ക് എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കയറിച്ചില്ല. ചെല്ലുമ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? മുആവിയ തങ്ങൾ മുട്ടും കുത്തിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നടക്കുക. മുആവിയ തങ്ങളുടെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിന്റെ തല നീട്ടിപ്പിടിച്ചിട്ട് ഒരു പേരക്കുട്ടിയുണ്ട്, ഒരു 3-3.5 വയസ്സായ കുട്ടി. കുട്ടിന്റെ കയ്യിൽ ഒരു കയറിന്റെ തലയുണ്ട്. എന്നിട്ട് വലിയൊരു പൂമുഖമാണ്. ആ പൂമുഖത്തിലൂടെ ഇങ്ങനെ മുആവിയ തങ്ങൾ ഇങ്ങനെ മുട്ടുത്തി നടക്കുക, കുട്ടി ഇങ്ങനെ വലിച്ചും കൊണ്ട് പോവുക. ഇത് കണ്ടിട്ടാണ് ഒരു സുഹൃത്ത് കയറിയാൻ ചെന്നത്. ഇത് കണ്ടേക്കൻ അയാളാകെ അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, അല്ല ഖലീഫ, നിങ്ങൾ എന്തൊരു ഭ്രാന്തായി ചെയ്യണത്? നിങ്ങളെ സ്ഥാനമാനം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കുട്ടിയാളമാരി കളിക്കുക. ഇതെന്നെങ്ങാനും മനുഷ്യന്മാര് കണ്ട എന്താ തോന്നുക? ഇയാളിങ്ങനെ നിന്ന് പറയാൻ തുടങ്ങിയേക്കിന് മുആവിയ തങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, ഉസ്കുത്തിയാലോ, ഒന്ന് മുണ്ടായിരിക്കട, ഒന്നും മാറിക്കും. മാറിക്കാനാണ് വരാറുണ്ട്. അങ്ങനെ ഈ കുട്ടിന്റെ കളിയൊക്കെ കഴിഞ്ഞ് കുട്ടി കുഴങ്ങി മതിയാക്കി കുട്ടി ഇമ്മാന്റെ അടുത്താണ് പോയപ്പോ മുആവിയ തങ്ങൾ കഴുത്തുനിന്ന് കയറൊക്കെ കഴിച്ചിട്ട് ആ കാത്തിരിക്കുന്ന സഹോദരന്റെ അടുത്ത് ചെന്നു. സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് ഓനോട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ എന്തിനാ ഇജ്ജ് വന്നു ചോദിച്ചു. ഞാൻ ഒന്നുമില്ല, ഞാനൊരു വിഷയം പറയാൻ പറഞ്ഞു. നിങ്ങളെന്താ ഈ കാട്ടിയെന്ന് ചോദിച്ചു. നിങ്ങളെന്ത് പണി ചിരിയെന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ മുആവിയ തങ്ങൾ പറയട, കേൾക്കണം എനിക്ക്. ഞാൻ ഇന്നലെ ഓനേറ്റൊന്ന് അങ്ങാടി പോയതാ. അപ്പൊ ഒരു ഒട്ടകേറ്റ്, നല്ല ചൊറുക്കുള്ള ഒരു ഒട്ടകേറ്റുണ്ട്, ഒരാളിങ്ങനെ പോണ് കയറും പിടിച്ചിട്ട്. അത് കണ്ടപ്പോ തുടങ്ങിയതാണ്, എനിക്കും വേണം അങ്ങനെ പോവാ, എനിക്കും വേണം ഒരു ഒട്ടകം അങ്ങനെ പോവാ. നേരം വെളുത്തിന്റെ കണ്ടപ്പോഴും ആ കുട്ടിന്റെ അതേ താല്പര്യം, ആഗ്രഹം. ഞാൻ പറഞ്ഞു, ഒന്ന് ഉപ്പപ്പ പിന്നെ ഒട്ടകയിക്കോളാ, കുട്ടീനെ വലിച്ചുണ്ടായിക്കോ. അത് മതി ചോദിച്ചു. ഓ, ഇഷ്ടം പോലെ മതി. അങ്ങനെ ഓന്റെ മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഓന്റെ ആഗ്രഹത്തിനൊന്ന് നിന്നു കൊടുത്തതാണ് ഞാന്. അതാരാനോട് പറഞ്ഞു എന്നറിയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ, ഒരു 3-3.5-4 വയസ്സായ കുഞ്ഞു മക്കളുണ്ടെങ്കിൽ, ഞാൻ വലിയ ദാരിമ്യാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ ഓഫീസറാണ് എന്ന ഗമീല കുട്ടികളുടെ ഇടയിൽ നടക്കരുത്. നിങ്ങൾ അവരുടെ ആ മാനസികാവസ്ഥയോടുകൂടിയാണ് ചെറുതാകുക. അവരിലേക്ക് അങ്ങോട്ട് ചെറുതായിട്ട് അവരൊപ്പം കളിക്കാനും അവരെ പോലെ സംസാരിക്കാൻ, സാഹിത്യമൊന്നും ഉണ്ടാവില്ല, അവരെ പോലെ സംസാരിക്കാനും അവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തൊരു വല്ലാത്ത മനഃശാസ്ത്ര! നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ മുന്നിൽ വന്നിട്ടൊരു 3 വയസ്സുള്ള കുട്ടി എന്നോടൊരു കാര്യം പറയാം, ഞാൻ അങ്ങനെ നിന്നിട്ടല്ല അത് കേൾക്കേണ്ടത് എന്നാ. ഞാൻ അങ്ങനെ നിന്ന് കേട്ടാല് ഞാൻ അങ്ങനെ നോക്കും, ഓന്റെ മുതുക് ഇങ്ങനെ നോക്കും. അങ്ങനല്ല. പിന്നെയോ, ഞാൻ അവിടെ ഇരിക്കണം. എന്നിട്ട് എന്റെ കുട്ടിന്റെയും എന്റെയും മുഖം മുഖാമുഖായിട്ട് അങ്ങനെ ഓനോട് സംസാരിക്കും. അപ്പോഴാണ് ഓനിക്ക് ആ സംസാരത്തിൽ കൽബ് തുറന്നിട്ട് ഒക്കെ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അല്ല ഞാൻ അങ്ങനെ നിൽക്കണം നിൽക്കരുത്. എന്തൊരു ആശയങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നബി വെറും ഖബറിലെ കാര്യവും മഅ്ശറീത്തെ കാര്യവും പറഞ്ഞ് പേടിപ്പിക്കാനല്ല വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ദുന്യാവിലേക്കും ആഖിറത്തിലേക്കും ഖുർറത്ത് അയ്യുനാകേണ്ട മക്കളോട് സമീപിക്കേണ്ട സമീപനം കൃത്യമായിട്ട് പഠിപ്പിച്ച സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, അദ്ദിബുഹും വലാഇബുഹും സബ്ആ, 7 വയസ്സ് വരെ കൂടെ. അതിന്റെ അടിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആർത്തി. കാരണം 3.5 വയസ്സാകുമ്പോഴേക്ക് യൂണിഫോമും കഴുത്തിൽ ടൈയും മുറുക്കി കെട്ടിയിട്ട് പുറത്ത് ഒരു ലോഡ് പുസ്തകവും പിന്നെ ഭക്ഷണത്തിന്റെ ഒരു പൊതിയും കൊടിയും ജോമെട്രിയും. ഓ, എന്തൊരു പീഡനാണിത്!
ഈ കഴിഞ്ഞ ദിവസം ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു കുട്ടി സ്കൂൾ ബസ് കാത്തുക. ഞാൻ ആ കുട്ടിന്റെ ബാഗ് എടുത്തിട്ട് തൊട്ടടുത്ത കടയിൽ കൊണ്ടുപോയി തൂക്കി നോക്കി. 10-12 കിലോ 10-12 കിലോ ഒക്കെ കൂടി. കൊടയുണ്ടതില്, കൊടയുണ്ട്, വള്ളക്കുട്ടിയുണ്ട്, പിന്നെ 10 മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് അത്രേ, അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഇതൊക്കെ കൂടിയിട്ട് എന്തായാലും ഈ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്. ഇനി അഥവാ വലിയ IAS കാരനും ഡോക്ടറൊന്നും ആയിട്ടില്ലെങ്കിലും നല്ലൊരു ചുമട്ടു തൊഴിലാളിയാകാം. ഇതാണോ കുട്ടികളെ, ഇതാണോ വിദ്യാഭ്യാസം? അൽഹംദുലില്ലാ മാറ്റം വരും. തലച്ചോറിൽ വള്ളം പറ്റാത്ത, ചിന്തിക്കാൻ കഴിവുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രിയും അതിന്റെ കീഴിൽ ഒരു വിദ്യാഭ്യാസ വിദഗ്ധന്മാരും ഒന്ന് വന്ന് ഇവിടുത്തെ ഈ അവസ്ഥകളൊക്കെ, കുട്ടികളുടെ ഈ പീഡനങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും വരും. എവിടേക്ക്? അള്ളാന്റെ റസൂല് പറഞ്ഞ ഇദാ ബലഗ സബ്അ സിനീന അവിടേക്കാണ് വരും. എന്നാ തന്നെ മാറ്റമുണ്ട്. ഇപ്പൊ ഇന്നൊക്കെ കൊണ്ടുപോയി ചേർക്കണ സമയത്ത് എന്റെ ഒപ്പമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാന്നാവോ, ഒരു 5 വയസ്സിലായിരുന്നു. 5 വയസ്സ്, ഇനി അഥവാ ഒരു 4.25 വയസ്സാണ് അന്നായിരുന്നു കേട്ടെ എന്ന് പറയും. ഇല്ലേ? ഇന്ന് കേരള എഡ്യൂക്കേഷൻ റൂൾ പ്രകാരം 6 പൂർത്തിയാകണം. ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് ഇന്ന് ലണ്ടനിൽ, ബ്രിട്ടനിൽ ഒരു കുട്ടനെ ചേർക്കുന്നത് 7ലാണ്. കാരണം എന്താ? 7 ആ കുട്ടിക്കൊരു കാര്യം പറഞ്ഞാൽ അത് സമാധാനത്തോടുകൂടി മനസ്സിലായി, ഒരു പീഡനങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ അതൊരു രസത്തിലൂടെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായം. ഇത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഇദാ ബലഗ സബ്അ സിനീന. നിങ്ങളെ കുട്ടിക്ക് നിസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, ഖുർആനാണെങ്കിലും, ഭാഷയാണെങ്കിലും, ഹിസ്റ്ററി ആണെങ്കിലും, അക്ഷരങ്ങളാണെങ്കിലും, എന്താണെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ. പഠിപ്പിക്കുക, എന്നാ പഠിക്ക്, എഴുത്, ഒരു കൽപ്പിച്ച് അത് ചെയ്യിപ്പിക്കേണ്ട പ്രായം അത് 7. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ പഠിപ്പിക്കണം. എങ്ങനെ? കൊണ്ടൊപ്പം നടത്തിയിട്ട് പഠിപ്പിക്കുക. നമ്മൾ നിസ്കരിക്കുമ്പോ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നമ്മളൊപ്പം നിർത്തിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് നിസ്കാരം. അതാ നമ്മളെ കൂടെ എങ്ങനെ ചെടി കുഴിച്ചിടാന്, പരിസ്ഥിതി ഇല്ലേ, അങ്ങനെ ഓരോ സാമൂഹ്യ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുക. ഇതൊന്നുമില്ലാതെ ഈ 3.5 വയസ്സിലാണ് ചേർത്ത് ഏതോ ആളുകൾ എഴുതിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ചിട്ട് അവിടുന്ന് സിലബസിൽ ഉൾപ്പെടുത്തി വരുന്ന ഈ വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന കുട്ടി എത്ര വലിയവനായാലും സമൂഹത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല. ഇപ്പൊ ഞാൻ നിൽക്കണ പെരിന്തൽമണ്ണ പള്ളിന്റെ ഗേറ്റിംഗ് കണ്ട് ഞാനൊരു പെട്ടി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ലെറ്റർ ബോക്സ്, നമ്മൾക്ക് വല്ല സുന്നിയഫ് കാറോ അല്ലെ മയ്യത്തും കത്തോ അങ്ങനെയൊക്കെ വരുന്നത് ഇടാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഒരാഴ്ചയിൽ തുറക്കുമ്പോ അതിലെന്തൊക്കെ കാരെന്നറിയോ? സത്യം, വല്ലാഹി സത്യം, അതിലുണ്ടാവും PSC അപേക്ഷകൾ, PSC എക്സാമിന് അപേക്ഷിക്കുന്ന അപേക്ഷകൾ, അതുപോലെ പല ഇന്റർവ്യൂവിനും അപേക്ഷിക്കേണ്ട അപേക്ഷകൾ. ആരാടുന്നത്? എന്നിട്ട് ആരാതിന്റെ ഈ ഫ്രം ആരുതാ നോക്കുമ്പോ BEdകാര്, TTCക്കാര്, വലിയ ഡിഗ്രിക്കാര്. എങ്ങനെ ഓതിൽ കൊടുന്നിട്ടത്? അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. തപാലാഫീസിന്റെ, പോസ്റ്റ് ഓഫീസിന്റെ പെട്ടി വേറുണ്ട് എന്ന സാമാന്യ വിവരം പോലും ഇല്ല. ഒരു പെട്ടി കാണുമ്പോൾ അതിലാണ് കൊണ്ടുപോയിട്ടാണ്. ഇതാണ്. അപ്പൊ അതല്ല അറിവ്, അത് മാത്രല്ല അറിവ്, അത് അറിവിന്റെ ചെറിയൊരു അംശമാണ്. പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഈ A+ കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ആദരിക്കും, എല്ലാ മഹലിലും ആദരിക്കും, മുഴുവൻ വിഷയത്തിലും SSLCക്ക് A+ എന്ന് അല്ലേ? അത് ഇത്ര വലിയ കാര്യമൊന്നല്ല. കാരണം ആ കുട്ടിക്ക് നേരം വെളുത്ത് വൈകുന്നേരമാവോളം അതിങ്ങനെ പഠിപ്പിക്കും. അത് ട്യൂഷനായിട്ടും അതായിട്ടും വേറൊന്നും ആ കുട്ടിന്റെ ചിന്തയിലില്ല. അങ്ങനെ ഒരു A+ കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല വലിയ അംഗീകാരം. നേരെ മറിച്ച് നമ്മളൊക്കെ മക്കളുണ്ടല്ലോ, ഒരു പഠിക്കുകയും ചെയ്യും, പിന്നെ കളിക്കുകയും ചെയ്യും, വിരുന്നോകും ചെയ്യും, പീഡിക്കും പോകും, മരിച്ചോടത്തും പോകും, കല്യാണത്തിനും ഒക്കെ പോകും. അതിന്റെ ഇടയിൽ കൂടി ഇതും പഠിക്കും. മറ്റേ വിവരങ്ങളുണ്ട്, പൊതുവിവരങ്ങളും ഉണ്ട്. ഈ കുട്ടി A+ കിട്ടിയ കുട്ടിക്ക് എൻട്രൻസിൽ കിട്ടുന്നില്ല. എൻട്രൻസിലായെങ്കിൽ പൊതുവിവരങ്ങൾ ചോദിക്കും. അതിന് ആൺകുട്ടികൾക്കാ മുന്നിൽ, A+ കിട്ടിയതോ പെൺകുട്ടികളാ മുന്നിൽ. അതാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മളിൽ നിന്ന് കുറെ നന്മകൾ അവർക്ക് പകർത്തി കൊടുത്തുകൊണ്ടുള്ള ഒരു പരിശീലനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടാതിരിക്കാൻ. എന്നിട്ട് രണ്ടാമത് പറയുന്നതോ വലാഇബ് കഴിഞ്ഞിട്ടോ വഅദ്ദിബുഹും സബ്ആ,
കളിയിലൂടെ മക്കളെ കൽബിനെ നമ്മൾ സ്വാധീനിക്കുമ്പോ കളിക്കാൻ വേറെ കൂട്ടുകാരെ തരേണ്ട, എന്റെ ഉപ്പ വരട്ടെ, എന്റെ ഉമ്മാന്റെ കൂടെ, ഉമ്മ സമയം കണ്ടെത്തും എനിക്ക് വേണ്ടിയിട്ട്, ഉപ്പ സമയം കണ്ടെത്തും എനിക്ക് വേണ്ടിയിട്ട് എന്ന ബോധത്തോടുകൂടി ഉപ്പയും ഉമ്മയും മക്കളും നല്ല ബന്ധമുണ്ടാകുമ്പോ പിന്നെയാണ് വഅദ്ദിബുഹും സബ്ആ, നല്ല ചിട്ടകളും അച്ചടക്കങ്ങളും മറ്റു അക്ഷരങ്ങളും വിദ്യാഭ്യാസങ്ങളും സയൻസും മാത്സും ഹിസ്റ്ററികളും ഒക്കെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ആ ഘട്ടവും കഴിഞ്ഞതിന് ശേഷം വസാഹിബുഹും സബ്ആ, മൂന്നാം ഘട്ടം ഏതെന്നറിയോ? വസാഹിബുഹും സബ്ആ, പിന്നെ പഠിച്ചു വളരുന്ന കുട്ടികളും ഈ മാതാപിതാക്കളും തമ്മിൽ വസാഹിബുഹും കൂട്ടുകാരെ പോലെ ആകണമെന്നാ. കമ്പനിയാണ് ഓല് ഇപ്പി മകനും ഉമ്മി മകനും. എന്ത് അഭിപ്രായം ഉപ്പാനോട് പോയി ചോദിക്കും. ഉപ്പ ഞാനൊരു ഷർട്ട് എടുക്കട്ടെ, സമ്മതം കിട്ടിയെങ്കിലേ എടുക്കുള്ളൂ. ഉപ്പ ഞാനൊന്ന് കളിക്കാൻ പോട്ടെ, ഉമ്മ ഞാനൊന്ന് പോട്ടെ, നന്ന ടൈമിൽ വരണട്ടോ. കൂട്ട് അതിലപ്പുറം വേറൊന്നുമില്ല. ഉപ്പിമി വസാഹിബുഹും ഇനി പോലെ എത്ര വളർന്ന് വലുതായി ജോലിക്കാരായാലും വീട്ടിലും അവർ തമ്മിലുള്ള ആ ബന്ധം ഉണ്ടല്ലോ, ഒരുമിച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ. ഉപ്പ മകന് പോയിട്ട് നല്ലൊരു ഷർട്ട് എടുക്കുകയാണെങ്കിൽ ഉപ്പാക്കും വേണം, ഉപ്പാക്കും കൊടുക്കും ഒരു ഷർട്ട് മകനെടുക്കുമ്പോ. നമ്മളെ മക്കളെ നമുക്ക് എടുക്കാത്ത എന്തുകൊണ്ടാ? അത് ഉപ്പാക്ക് ഇഷ്ടപ്പെടല്ലോ, ഉപ്പ വേറെ എടുക്കലേ അല്ലേ. ഇഷ്ടം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടോലും എടുക്കണതാ ഇഷ്ടം. എന്റെ മകൻ, ഞങ്ങൾ നല്ല ബന്ധമാണ്, എന്റെ കുട്ടി എന്തെടുത്തോടുന്നാലും എനിക്കത് ഇഷ്ടമാണ്. ഞാൻ എടുത്തു കൊടുക്കുന്നത് ഓനിക്ക് ഇഷ്ടപ്പെടാണ്. ഇഷ്ടപ്പെടൂല എന്നുള്ള കറുത്ത വാക്ക് അവർ പറയില്ല. അത് പറയണ്ടെങ്കിൽ എന്തുകൊണ്ടാ? അവർ തമ്മിൽ മാനസികമായിട്ട് വലിയ ബന്ധമല്ല. അതാ വസാഹിബുഹും വസാഹിബുഹും, ആ ബന്ധം ഉണ്ടാക്കി. ആ ബന്ധം ഉണ്ടെങ്കിൽ ഒരു കുട്ടിയും ചാടിപ്പോവില്ല. രക്ഷിതാക്കളോട് മനസ്സ് തുറക്കാൻ പറ്റുന്ന മാതാപിതാക്കളെ നമുക്കുണ്ടോ? നമ്മളെ മക്കളോട് അവരെ മനസ്സ് നമ്മൾക്ക് ഓര് തുറക്കുന്ന ഓര് പറയുന്നത് കേൾക്കാൻ നമുക്ക് അവസരമുണ്ടോ? നമ്മൾ അവസരമുണ്ടോ? അവസരം കണ്ടെത്തണം. നമുക്ക് തിരക്ക് നമ്മൾ കുറച്ച് കുട്ടികളെ കൂടെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ചെലവഴിക്കണം. ഇല്ലേ ആരെങ്കിലും ഒരാൾ മനസ്സ് തുറക്കാൻ തയ്യാറായ ഓന്റെ കൂടെയാണ് പോവും. ആരെങ്കിലും ഒരാൾ ഒരു പാൽപുഞ്ചിരിയുമായിട്ട് ദൂരെ നിന്ന് ചിരിച്ചു കാണുമ്പോഴേക്ക് നമ്മുടെ കുട്ടികൾ അവന്റെ കൂടെയാണ് പോവും. ആരെങ്കിലും ഒരു മിസ് കോൾ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് അടിച്ചു എന്നാ പിന്നെ അതിലൂടെ നല്ല കിന്നാര വാക്കുകൾ കേട്ടാ പിന്നെ അങ്ങോട്ട് പോയി. എന്താ കാരണം? പറയേണ്ടത് കേൾക്കാൻ പറ്റിയ ആൾ ഇവിടെ അല്ലാത്തത് കൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും 6 മാസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും പാണ്ടിക്കാട് സ്ത്രീപീഡന കേസ്. പാണ്ടിക്കാട് സ്ത്രീപീഡനം അല്ലേ? അതിന്റെ ഹക്ക് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പത്രക്കാരത് എഴുതൂല. പത്രക്കാർക്ക് മസാല കൂട്ടി എഴുതിയെങ്കിലല്ലേ സർക്കുലേഷൻ കൂടുള്ളൂ. എന്നാ അതിന്റെ ഹക്ക് എന്താണെന്നറിയോ? അതിന്റെ ഹക്കൊന്നുമില്ല. ഓല് 3-4 ഓട്ടോ ഡ്രൈവർമാർ പാവങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് കോഴിക്കോട് കടപ്പുറം കാണാൻ പോയതാ. കോഴിക്കോട് കടപ്പുറം കാണാൻ പോയതാണ്, കടപ്പുറത്ത് കുറച്ചേരം ഇരിക്കാൻ വേണ്ടി. അങ്ങനെ കടപ്പുറത്തൊക്കെ ഇരുന്ന് സൂര്യാസ്തമയൊക്കെ കണ്ട് വൈകുന്നേരമായി അവിടുന്ന് ഒരു ആംപ്ലേറ്റും ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോരുമ്പോ റോഡ് സൈഡിലുണ്ട് ഒരു പെൺകുട്ടി, ഒരു ബാഗും ഉണ്ട്. കണ്ട വണ്ടിക്ക് മുഴുവൻ വണ്ടി ബ്ലോക്കാണ്. ഏത് വണ്ടി വന്നാലും അതിനൊക്കെ കൈയണിച്ച. ചില വണ്ടിക്കാരെന്താന്ന് ചോദിക്കും, ഡോർ ഉറക്കൂല. അപ്പൊ വണ്ടി കയറാൻ വരുമ്പോ ഒരു പോവും. ഈ സഹോദരങ്ങൾ ആ കുട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ പെട്ടെത്തിയേക്കിന് കുട്ടി വണ്ടിന്റെ ഉള്ളിൽ കണ്ടി അടി കയറി പറഞ്ഞു, എങ്ങട്ടാ കുട്ടി? എങ്ങട്ടല്ല ഞാനും ഉണ്ട് പറഞ്ഞു. ഞാനുണ്ട്. എങ്ങട്ടാ? ഞങ്ങൾ പാണ്ടിക്കാട്ടുകാണ്. ഞങ്ങൾ കുട്ടിയെ ഇറങ്ങിക്കോ, ആകെ പുലിപോലെ ഔജ ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങൂല. എന്നെ അറക്കാൻ ശ്രമിച്ചാൽ ഞാൻ ബഹളം വെക്കും, അപ്പളാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. എന്നെ അറക്കാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങാടിയിൽ വെച്ചൊരു ബഹളം വെക്കും, എന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പ്രശ്നമാവും. എന്ത് ചെയ്യും പിന്നെ? അപ്പൊ ഒരുത്തം പറഞ്ഞു, ചെറുക്കന്മാരല്ലേ ചെറുപ്പക്കാരല്ലേ, വണ്ടി വിടുക പറഞ്ഞു. വണ്ടി വിട്ട് പാണ്ടിക്കാട് രാത്രി സമയത്ത് എത്തി. രാത്രി 10 മണിക്ക് എന്ത് ചെയ്യും? അവര് വീട്ടിൽ കയറ്റി കൊണ്ടു കിടക്കാൻ പറ്റുമോ? അവരെവിടെയോ മറ്റേ റബ്ബർ തോട്ടത്തിലോ എവിടെ പോയി നേരം വെളുപ്പിച്ചു. പൗതിയായപ്പോ അവർക്ക് നേരം വെളുത്താൻ മാനം കെടുമ്പളം മുന്നിൽ വിചാരിച്ചിട്ട് ഓലൊക്കെ എന്ത് ചെയ്തു? ഓലൊക്കെ നേരം വെളുക്കണതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ ഇട്ടത്ത് തടിയെടുത്തു. ഇത് റബ്ബർ തോട്ടത്തിൽ നിന്ന് നയിച്ചിട്ട് റോഡ് സൈഡിൽ അങ്ങനെ വന്നു, ഒരു പരിചയമില്ലാത്ത നാട്ടുകാർ പോലീസിൽ വിവരം കൊടുത്തു. പോലീസ് വന്ന് പിടിച്ചുണ്ടായി. അപ്പൊ പറഞ്ഞു, ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ട്, പത്രത്തിൽ അങ്ങനെ നമ്മൾ വായിച്ചത്, കോഴിക്കോട് കടപ്പുറന്ന് തട്ടിക്കൊണ്ട് വന്ന് പീഡിപ്പിച്ച് പാണ്ടിക്കാട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആ കുടുംബം മാനം കെട്ടു. 4 ചെറുപ്പക്കാരെ കുടുംബം മാനം കെട്ടു. ആകെ വഷളത്തരത്തിലായി. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്നാ പോലീസുകാർ ചോദിച്ചു, എന്നാ കുടി കൊണ്ടുപോവല്ലേ? എനിക്കിന്റെ കുടിക്ക് പോണ്ട. അപ്പൊ എന്താ കുട്ടി കുടിക്ക് പോണ്ട? പിന്നെ എങ്ങോട്ടായി പോണു? ഞാൻ എന്റെ കുടിക്കില്ല. എന്താ സംഭവം? വീട്ടിലെന്താ ആരുമില്ലേ? ആളുണ്ട്. പക്ഷെ എന്റെ വീട്ടില്
എന്റെ വീട്ടിൽ എന്നെ കേൾക്കാൻ പറ്റുന്ന ആൾക്കാരില്ല. എന്റെ ദുഃഖങ്ങളും എന്റെ സന്തോഷങ്ങളും എനിക്ക് പങ്കുവെക്കാൻ പറ്റുന്ന ആളില്ല എന്റെ വീട്ടില്. ഓല് വേറെ ലോകത്താ. ഓലിക്ക് ഇന്നെ കേൾക്കാൻ സമയമല്ല. ഇന്നെങ്ങനെ വെറും പഠിപ്പിക്കുക, അവിടെ പോ ഇവിടെ പോ അത് പഠിക്ക്. വീട്ടിൽ ഉമ്മാനൊന്ന് സഹായിക്കാൻ ചെന്നാൽ ഇത് ഇങ്ങോട്ടൊന്നും വരണ്ട, ഈ പോയിട്ട് പിന്നെ വായിച്ചോ പഠിച്ചോ. ഇത് മാത്രം മനം മടുത്തിട്ട് ഇറങ്ങിപ്പോന്നതാണ്. എന്നാലോചിച്ചു നോക്ക്, കുട്ടികളുടെ മനസ്സ് മാതാപിതാക്കളോട് ഒരു ബന്ധമില്ലായ്മ കാരണം, മാനസികമായ പൊരുത്തമില്ലായ്മ കാരണം പിന്നെ ഇറങ്ങിപ്പോകുന്നത് എങ്ങട്ട് എന്നൊന്നുമില്ല. ഇതാണ് അതിനാ പറഞ്ഞത് വസാഹിബുഹും, അവരെ കൂട്ടുകാരായിട്ട്, അവരുടെ ബന്ധപ്പെട്ട അവരുടെ കൂട്ടുകാരായിട്ട്, സഹപാഠികളായിട്ട് മാതാപിതാക്കൾ മാറണം. മാതാപിതാക്കൾ പിന്നെ ഓർക്ക് രഹസ്യങ്ങൾ പങ്കുവെക്കാന്, അതല്ലെങ്കിൽ അവർക്ക് പിന്നെ അവരുടേതായ കാര്യങ്ങൾ പറയാന് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. ഇല്ലാത്തൊരവസ്ഥ വലിയ ആശയാണ് മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അലി തങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതൊരു വലിയ സംഭവം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാ, മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം നിർത്തിയിട്ട് കൊണ്ട് നടക്കണം. എന്നെങ്കിലേ നമുക്ക് അവരിൽ വരുന്ന ന്യൂനതകൾ കണ്ടിട്ട് മോനെ അത് പാടില്ല കേട്ടോ, ഉമ്മാന്റെ കുട്ടി അത് ചെയ്യരുതേ, ഇപ്പാന്റെ കുട്ടിന്റെ അടുക്കൽ നിന്ന് നല്ല സ്നേഹത്തോടു കൂടി ഇപ്പാന്റെ കുട്ടിന്റെ അടുക്കൽ നിന്ന് അത് ഉണ്ടാവരുത്. ഇന്ന് അതല്ല കാണുന്നു. വാപ്പ ഒരു വൈക്ക് കയറിയാൽ മക്കൾ ഇങ്ങനെ ഈ വൈക്കിന് പോവാണ്. സിറ്റൗട്ടിൽ വാപ്പുണ്ടെങ്കിൽ മക്കൾ അടുക്കളയിൽ കൂടിയാ കയറി വരുന്നത്. ഇപ്പാനോടൊരു കാര്യം പറഞ്ഞെങ്കിൽ ഉമ്മാനെ ഏൽപ്പിക്കുകയാണ്. വാപ്പാക്കൊരു കാര്യം മകനോട് പറയണമെന്നുണ്ടെങ്കിൽ മകന്റെ കൂട്ടുകാരെ തേടി പോകുക. അല്ലെങ്കിൽ പള്ളിക്കത്തെ മൂല്യരോട് എത്ര ആളും എന്ന് പറയുന്നുണ്ട്? നിങ്ങളൊന്ന് പറയണ്ടോ? നിങ്ങൾ പള്ളിക്കത്തെ വിഷയത്തിൽ, നിങ്ങളെ ജുമാന്റെ വിഷയത്തിൽ ഒന്ന് നന്നായിട്ട് മാതാപിതാക്കളുടെ കടമെന്ന് പറയണ്ടോ? ഓ, നന്നായിട്ട് കടമെന്ന് പറയണ്ട. ആർക്ക്? മൂപ്പരം മകന് വേണ്ടിയിട്ടാണ് ഈ പറയണതേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വന്നിട്ടുണ്ട് മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ. ഉമർ തങ്ങളുടെ അടുക്കലേക്ക് വന്നു ഒരു വാപ്പ. ഉമർ തങ്ങൾ സാധാ ളുഹറിന്റെ സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോണ്ട് ഉസ്താദിന്റെ റൂമുമാരി ഉമർ തങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പണ്ട് ഒരു വല്യപ്പ ഒരു ഉപ്പ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കണം. മൂപ്പര് പോണില്ല, അങ്ങനെ തട്ടിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഉമർ തങ്ങൾ ഇയാളങ്ങനെ കണ്ടു. എന്താ അവിടെ പോണില്ല ചോദിച്ചു. ഇല്ല, എനിക്ക് ചെറിയൊരു കാര്യം സ്വകാര്യം പറയാണ്ട്. ആൾക്കാരായിരുന്നു ഇത്രയും നേരം, ഇത്രയും ചുറ്റുഭാഗത്ത് ആൾക്കാരായതുകൊണ്ട് മാറി ഇന്നതാണ്. ഒഴിഞ്ഞൊരു സമയം. എന്നാണ് വരും. ആ ഉപ്പ വന്നിട്ട് ഉമർ തങ്ങളെ മുന്നിലിരുന്നു. എന്തിയേ? ഒന്നുമില്ല ഉമർ തങ്ങളെ, മനസ്സും മടുത്തു, വല്ലാത്തൊരു വിഷമത്തിലാണ്. മനുഷ്യന്മാരറിയണതിൽ വലിയ മാനക്കേടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ടല്ലാതെ ഞാൻ അതിന് പരിഹാരമല്ല. അതുകൊണ്ട് അങ്ങേ അറ്റം എന്ന നിലക്ക്, അവസാനത്തെ കൈ എന്നുള്ള നിലക്കാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് വന്നിട്ടുള്ളത്. ഇന്നൊന്ന് കേൾക്കണം, നിങ്ങളൊരു പരിഹാരം നിർദ്ദേശിച്ചു തരണം. മൃത്തങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്റെ കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് കരച്ചിൽ തുടങ്ങി. എന്റെ കുട്ടി. ഇപ്പൊ എന്തേ കുട്ടിക്ക്? എന്റെ കുട്ടി ആകെ ഒന്നേ ഉള്ളൂ. ഓനെ ഞങ്ങൾ അങ്ങനെ പൊന്നുപോലെ നോക്കി വളർത്തി വലുതാക്കി. ഓനെല്ലാ സൗകര്യവും, ഞാനൊക്കെ അധ്വാനിച്ചത് മുഴുവൻ ജീവിച്ചത് മുഴുവൻ അവനിക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കഴിക്കാതെ എത്രയോ അവനെ കഴിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ വാപ്പാരും ഗൾഫിലൊക്കെ നിൽക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആളുകൾ ആണ് പോണത്. ഇത് നിർത്തിയിട്ട് എന്താ ഓനക്ക് ഇവിടെ ഓട്ടം ഇത് ഓടിയിട്ടുണ്ടെങ്കിൽ ഒരു 100-600 റുപ്യ ചെലവ് കഴിച്ചിട്ട് ഓനക്ക് കിട്ടൂലേ, അരിക്കായി കിട്ടൂലേ? പിന്നെന്തിനാ ഓ മരുഭൂമി പോയി കഷ്ടപ്പെടുന്നത്? എന്റെ കുട്ടിനെ കെട്ടിച്ചാന്, എന്റെ കുട്ടികളെ പഠനത്തിന്. ഇല്ലേ, കുട്ടികള് ഇതല്ലേ പ്രിയപ്പെട്ടവരെ ചിന്ത? ഈ ഉപ്പയും അതന്നെ. ഉസ്താദ്, ആ അമീറെ, ഖലീഫ, ഞാൻ വന്നത് എന്റെ കുട്ടിക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ ഓൻ വളർന്ന് 14-25 വയസ്സായി, മുതിർന്ന് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ടായി. ഇപ്പൊ വേറൊരു ലോകത്താണ്. ഇപ്പൊ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്യണില്ല, ഞങ്ങൾ പറയണൊന്നും അനുസരിക്കുന്നില്ല. എന്തെങ്കിലും ഉപദേശിച്ചാൽ പോലും ഞങ്ങളെ നേരെ തട്ടിക്കയറുകയാണ്. അതുകൊണ്ട് ഇപ്പൊ പറയാനും പേടിയാണ്. ഈ സമയത്തെങ്ങാനും ഓന് ദേഷ്യം വന്നിട്ട് ഒന്ന് തന്നാ പിന്നെ ഞങ്ങൾ നീച്ചൂല. ആ യാതി തണ്ടും തടിയും വലിപ്പവന്. അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞൊന്ന് പേടിപ്പിച്ച് ഒന്ന് നന്നാക്കി തരാൻ വളരെ വിനീതമായിട്ട് പറയാൻ വേണ്ടിയിട്ടാ വന്നത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയോട് ഈ ഇപ്പ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ
മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പോയിക്കോളി, ആ കാര്യം ഞാൻ ഏറ്റു, ഞാൻ ഓനെ വിളിപ്പിച്ചോളാം. ആ ഉപ്പ പോയി കണ്ണീരൊക്കെ തുടച്ചു പോയി, ആരോടും സങ്കടം പറയാതെ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഉന്നാലിനം ഓന്റെ മകൻ എവിടെയെങ്കിലും കണ്ട ഒന്ന് വരാൻ പറയുകൊണ്ട് പറഞ്ഞു. ഉമർ തങ്ങൾ ആളെ ഏൽപ്പിച്ചു, ആളെ കണ്ടു, വരാൻ പറഞ്ഞു. ഇതാണ് ഖലീഫ, നിങ്ങൾ പറഞ്ഞയച്ച ആളെ മകൻ. എന്നാ ജി വയ്ക്കും, ഇവിടെ വാ മോന്, വിടാ. ഉമർ തങ്ങൾ അടുത്തേക്ക് വിളിച്ചു. മോനങ്ങനെ നോക്കുമ്പോ നമ്മളൊക്കെ പുതിയ ജനറേഷൻ, പുതിയ തലമുറ ജിമ്മിനൊക്കെ പോയി തടിച്ച് കൊഴുത്ത് ഹെയർ സ്റ്റൈലൊക്കെ ഉഷാറാക്കി, ഉഷാറാ. മോനെ ഇവിടെ വാ. പിന്നെ ഉപ്പന്നല ഇവിടെ വന്നിരുന്നു, എന്തോ വീട്ടുകാരേറ്റും ഉപ്പാനേറ്റും ഉമ്മാനേറ്റും എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആരാ ഉപ്പ ഉമ്മ എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ കുറച്ച് ഉപദേശം കൊടുത്തു. മോനെ, ഈ ദുനിയാവിലെ വലിയ സമ്പത്ത് നമ്മളെ ഉപ്പിമ്മിയ, അവരെ വെറുപ്പിച്ചാൽ നമുക്ക് സ്വർഗ്ഗമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ കാലിന്റെ കീഴിലാണ് സ്വർഗ്ഗമുള്ളത്. അതുകൊണ്ട് അവരെത്ര ചീത്ത പറഞ്ഞാൽ അതൊക്കെ നീ കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ സന്തോഷിപ്പിച്ചോ. അവരെ മരിക്കുന്നത് വരെ അവരുടെ തൃപ്തിയുടെ കൂടെ നിന്നോ, അത് നിനക്ക് വിജയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കുറേ ബാധ്യതകളും കുറെ കടപ്പാടുകളും ഒക്കെ ഉമർ തങ്ങൾ നല്ലോണം പറഞ്ഞു. പാവം ഒക്കെ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി എന്റെ ഒപ്പ ഇവിടെ ഒന്ന് പരാതി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഇനി ഇന്ന് മുതൽ നീ നല്ലൊരു കുട്ടിയായിട്ട്, നല്ലൊരു മകനായിട്ട്, നാളെ ആ ഉപ്പ വന്നിട്ട് പറയണം, ഖലീഫ എന്റെ കുട്ടി നന്നായി ഇടില്ലേ, എന്റെ കുട്ടി നല്ല മോനായി എന്ന് പറയണം. എന്നപ്പോ പൊയ്ക്കോന്ന് പറഞ്ഞു. പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടുന്ന് പോണില്ല. എന്താണോ പോവാത്തത്? ഖലീഫ, എനിക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? നിങ്ങളിപ്പോ എന്നോട് ഇത്രയും നേരം പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചാ. അങ്ങനെ ചെയ്തു കൊടുക്കണം, ഇങ്ങനെ ചെയ്തു കൊടുക്കണം, കണ്ണീര് പൊട്ടിക്കരുത്, അവര് പറയുന്നത് അനുസരിക്കണം എന്നൊക്കെ കുറെ ഉപദേശങ്ങൾ നിങ്ങൾ എനിക്ക് തന്നു. അൽഹംദുലില്ലാ, അതൊക്കെ എനിക്ക് വലിയൊരു കിട്ടലാണ്. എനിക്കറിയാത്ത കുറെ വിവരങ്ങൾ കിട്ടി. ഞാൻ അതുപോലൊക്കെ ചെയ്തോളാം. ഞാൻ നിന്റെ കാരണം കൊണ്ട് നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വിഷമം ഞാൻ ഉണ്ടാക്കൂല, ഞാൻ ഉറപ്പ് വരികയാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു കാര്യങ്ങളോട് ചോദിക്കാനുള്ളത്, തിരിച്ച് മക്കളോട് മാതാപിതാക്കൾക്ക് ഇങ്ങോട്ട് വല്ല കടപ്പാടുണ്ടോ ഇസ്ലാമിൽ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. ഇങ്ങോട്ട് തിരിച്ചു വല്ല കടപ്പാടുകളുണ്ടോ എന്ന് ആ മക്കളല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്പക്കാരോട് മനസ്സ് തുറന്നവരോട് അടുത്ത് സംസാരിക്കുമ്പോ അവരെ ഉള്ളിലുള്ള പലതും നമ്മോട് ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അത് വല്ലാത്തൊരു അടുപ്പുണ്ടാക്കി തീർക്കും. മുണ്ടാതെ നടന്നാലോ ഒരു സംശയമല്ല, ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലോ അങ്ങനെ രണ്ടു ധ്രുവങ്ങളായിട്ടാണ് പോവും. ഇതൊരു കാര്യം അങ്ങോട്ട് ഇട്ടുകൊടുത്തപ്പോ അപ്പൊ അവൻ ഇങ്ങോട്ട് സംശയം ചെയ്യുക, പേടി തീർന്നു. പള്ളിക്കളം മൂല്യരത്തേക്ക് ചെന്ന് ചോദിക്കേണ്ട, പേടി തീർന്നു. മൂല്യർ നല്ല സ്വഭാവമാണ്, എന്തും ചോദിക്കാന്നായി. അതാ ഖലീഫാനോട് അങ്ങനെ തന്നെ നല്ല അടുത്തു നിന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും വല്ല കടപ്പാട് മക്കളോട് മാതാപിതാക്കൾ ചെയ്യാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, അതുണ്ടല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണല്ലേ, ഒരു ഭാഗം മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. നരകം പറഞ്ഞാൽ സ്വർഗം പറയും, ദുന്യാവ് പറഞ്ഞ ആഖിറം പറയും, പ്രവാചകന്മാരെ പറഞ്ഞ ഉടനെ പ്രവാചകന്മാരെ എതിരുണ്ടായിരുന്ന ഖാറൂനെ പറയും, നമ്രൂദിനെ പറയും, ഫിറഔനെ പറയും, ഇതൊക്കെ പറയും. രക്ഷ പറഞ്ഞാൽ ശിക്ഷ പറയും. അപ്പൊ ഇങ്ങോട്ടുള്ള ഗുണം ചെയ്യേണ്ടത് പറഞ്ഞാൽ അങ്ങോട്ടുള്ളതും പറയും. അതാണ് ഖുർആന്റെയും ദീനിന്റെയും ശൈലി. അപ്പൊ ചോദിച്ചു, ഇന്ന് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഒന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, യന്തഖിയ ഉമ്മഹു. ഒന്നാമത് മോനെ, നിന്നോട് നിന്റെ ഉപ്പയും ഉമ്മയും ചെയ്തു തരേണ്ട കടപ്പാട് ഒന്നേതാണെന്നറിയോ? എനിക്ക് നേരത്തിന് നല്ല വിറ്റാമിനുള്ള ഭക്ഷണം തരലല്ല, നല്ല പുതിയ വസ്ത്രം നോക്കി വാങ്ങി തരലല്ല, നീ ആവശ്യപ്പെടുന്ന മൊബൈലും ബൈക്കും വാങ്ങി തരലല്ല, നല്ല സ്കൂൾ കൊണ്ടുപോയി ചേർക്കലല്ല. പിന്നെയോ, ഒരു കുട്ടി നല്ലവനായി വളർന്നു വരാൻ അതിന്റെ സ്റ്റാർട്ടിങ് തന്നെ നിന്റെ ഉമ്മ നല്ല അള്ളാനെ പേടിയുള്ള ഉമ്മയായിരിക്കുക. വാപ്പാനെ കുറിച്ചല്ല, വാപ്പ മോശമാകണം എന്നല്ല അതിന്റെ അർത്ഥം. കാരണം ഉമ്മാന്റെ വയറ്റിലാണ് ഒരു കുട്ടി വളരുന്നത്. ഒരു കുട്ടി 10 മാസക്കാലത്തിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആ ഉമ്മയും കുട്ടിയും അഭേദ്യമായൊരു ബന്ധമുണ്ട് ഇതിന്റെ ഉള്ളിൽ കിടക്കുമ്പോ തന്നെ. അതല്ലേ ചെന്നൈയിലെ ശിശു ഡോക്ടർമാർ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ട് ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗർഭിണികളായ സഹോദരിമാർ ഗർഭസ്ഥ സമയത്ത് കൃത്യസമയത്ത് കടന്നുറങ്ങണം.
കൂടുതൽ സമയം ടിവിന്റെ മുന്നിൽ ഇരിക്കരുത്. ദുഃഖം ഉണ്ടാകുന്ന ഒരവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകരുതേ, വഴക്കും വെക്കാനും ഉണ്ടാകരുതേ. അതൊക്കെ ഈ കുട്ടിക്ക് ബാധിക്കും. കുട്ടി പുറത്തു വന്നിട്ടില്ല, കുട്ടി ഉള്ളിലാണ്. ഇത് ഉപദേശിക്കാൻ ഈ ചെന്നൈയിലെ ശിശു ഡോക്ടർ വിദഗ്ധന്മാരെ അതിന് അവസരം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? അവരുടെ നിരന്തരമായ പഠന കാരണം അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ നല്ല ഒരു ശതമാനവും ഒക്കെ ഒരു ജാതി മക്കളാണ്. ഒരു ചിരിയില്ല, കളിയില്ല, ഒരു ദുഃഖവും കരച്ചിലൊക്കെ. അപ്പൊ ആ കുട്ടികളെയല്ല പരിശോധിച്ചത്, ടെസ്റ്റ് ചെയ്തത്, കുട്ടികളെ ഉമ്മാരെ നോക്കിയത്. കുട്ടികളെ ഉമ്മാരിൽ പഠനം നടത്തി. 2000 കുട്ടികളുടെ ഉമ്മയിൽ പഠനം നടത്തിയപ്പോ ആ ഉമ്മാരുടെ ജീവിത ശൈലിയിൽ ഉണ്ടായ അപകടമാണ് കുട്ടികൾ കരയാനും കുട്ടികൾ ചിരിക്കാതിരിക്കാനും കുട്ടികൾ എപ്പോഴും ഒരു ദുഃഖമൂകരാകാൻ കാരണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ഉമ്മാക്ക് സങ്കടം വരുന്ന രംഗങ്ങൾ കാണുക, അത് കേൾക്കുക, അങ്ങനെ അത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഗർഭിണിയാവുന്ന സമയത്ത് എപ്പോഴും വഴക്കും വെക്കാനാണോ, പ്രശ്നങ്ങളാണോ, അത് ഈ കുട്ടിക്ക് ബാധിക്കും. ഈ ഉമ്മ എപ്പോഴും സങ്കടപ്പെടുകയും ചെയ്യണോ, അത് ഈ കുട്ടിക്ക് ബാധിക്കും. അതാ. അതുപോലെ തന്നെ അവർ പ്രത്യേകമായി കണ്ടെത്തിയ ഈ സീരിയൽ ഭ്രമമാണ്. ഈ സീരിയലിലെ ചില തുടർച്ചയായിട്ട് 650 എപ്പിസോഡ്, 700-ാം എപ്പിസോഡ് എന്ന് പറഞ്ഞ് ദിവസേന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇത് സദാ സമയത്തും ഈ കണ്ണുനീരാ, ദുഃഖം. എങ്ങനെ ഭർത്താവിനെ ചതിക്കണം, എങ്ങനെ ഭർത്താവിനെ പാഠം പഠിപ്പിക്കണം, അമ്മായിമാനെ നിലക്കിർത്തണം. ഈ പെണ്ണുങ്ങളെ മനസ്സിൽ ഇതിന് കടന്നുകൂടിയിട്ട് ആ ചിന്തകളും ആ ദുഃഖങ്ങളും ആ പ്രയാസങ്ങളും ഇവരുടെ രക്തത്തിലും ഇവരുടെ മനസ്സിലും ലയിച്ചതുകൊണ്ട് ഇവരുടെ രക്തവും ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കുട്ടിക്കും അത് എഫക്ട് ചെയ്യുന്നു. പുറത്തേക്ക് വന്നിട്ടല്ല ബാധ്യതകൾ ഉണ്ടാകുന്നത്. അതിനാണ് നമ്മുടെ പൂർവിക ഉമ്മമാർ ചെയ്തതുപോലെ ഗർഭിണികളാകുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെല്ലുക, ഖുർആൻ ഓതുക, ഹദ്ദാദ് ചെല്ലുക, രാത്രിയായി കഴിഞ്ഞാൽ മുഹ്ദിമാല, റിഫായി, നഫീസത്ത് ബീവിന്റെ മാല, ഇതൊക്കെ പാടിയിട്ട് പടച്ചോനെ എനിക്ക് സുഖപ്രസവം നൽകണേ അള്ളാഹു എന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണായാലും പെണ്ണായാലും വേണ്ടില്ല, മഹാന്മാരുടെ സ്വഭാവത്തിലാകണേ ദ്വേർക്കുമ്പോ അവർക്ക് വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവും കിട്ടുമ്പോ അത് ഈ കുട്ടികളിൽ എഫക്ട് ചെയ്യുക. അങ്ങനത്തെ കുട്ടികൾ പുറത്തു വന്ന ഹിഫ്ദ് കോളേജിലോ ജൂനിയർ കോളേജിലോ കൊണ്ടുപോയി ചേർത്താല് കുട്ടികൾ അവിടെ നിൽക്കും, മര്യാദക്ക് പഠിക്കും. അപ്പൊ നമ്മളൊക്കെ അനുഭവമാണത്. ചില ഉമ്മാര് വന്നിട്ട് പറയും, ചില ഉപ്പാരൊക്കെ വന്നിട്ട് പറയും, നിങ്ങളെ ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മളെ കുട്ടീനെ ചേർത്ത് തരുമോ, ഏതെങ്കിലും നല്ലൊരു കോളേജിൽ ഒരാളെങ്കിലും നന്നായി കിട്ടാനാണ്. ഏതാ കുട്ടി വരുന്ന സാഹചര്യം? 24 മണിക്കൂറും TV, കോപ്പ അമേരിക്ക, യൂറോപ്യൻ കപ്പ്, അതൊക്കെ ഉണ്ടെങ്കിൽ നേരം വെളുക്കോളം അവിടെ ഉണ്ടാവും. ഉപ്പിയും മക്കളും ഒക്കെ ഉണ്ടാവും അതിന്റെ പിന്നാലെ. രാഷ്ട്രീയം, എല്ലാ പ്രശ്നങ്ങളുള്ള വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെ പെട്ടെന്ന് പിടിച്ചിട്ട് ഒരു തൊപ്പിയും ഒരു ജുബിയും ഒരു പൈജാമിയൊക്കെ ഇട്ടിട്ട് ഒരു ഹിഫ്ദ് കോളേജ് കൊണ്ടുപോയി ചേർത്താ 3 മാസം തികയില കുട്ടീന് പോരും. കാരണം എന്താ? കുട്ടി ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കടക്കുമ്പോഴൊക്കെ ഈ തന്നെ ഇരുന്നേ, അതങ്ങട്ട് ഇപ്പം കൊള്ളണില്ല, ദഹിക്കണില്ല. നേരെ മറിച്ച് വലിയ മൂല്യമാരെ മക്കളാകണമെന്നൊന്നുമില്ല. ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വീട്ടിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ട് നല്ല തഖ്വയും നല്ല ദീനും നിസ്കാരവും കാര്യങ്ങളും ഈ പാട്ടും ഖുർആനോത്തും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണോ, ഇനി ആ കുട്ടിന്റെ ഏട്ടനും വാപ്പിയൊന്നും മൂല്യരും ആഫിലൊന്നും ആകണ്ട, ആ കുട്ടിനെ പിടിച്ചിട്ട് നിങ്ങളൊരു കോളേജ് കൊണ്ടുപോയി ചേർത്തോ കാണി. കുട്ടി പറഞ്ഞാൽ ഞാൻ കുടിയിക്കില്ല, ലീവിന് വന്നാലും കുട്ടി കോളേജത്തെ കാര്യങ്ങളെ പറയുള്ളൂ, മടിയില്ല. കാരണം ഇതിനോട് ലയിക്കുന്നൊരവസ്ഥ. അപ്പൊ ഒരു നല്ലൊരു പാഠശാലയാണ് ഇതിന്റെ ഉള്ളിൽ. നല്ലൊരു സ്വഭാവങ്ങൾ നമ്മളെ കൾച്ചറിൽ പകർത്തി കൊടുക്കേണ്ട ഒരവസ്ഥയാണിത്. അവിടുന്നാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉമ്മ, നല്ലൊരു ഉമ്മ ഉണ്ടാകുക എന്ന് പറഞ്ഞത് മക്കളോട് ചെയ്യുന്നൊരു ബാധ്യതയാണ്. അതിന് ഉമ്മ നന്നാവണമെങ്കിൽ വാപ്പാര് പെണ്ണിട്ടുമ്പോ ആലോചിക്കണം എന്ന്. അങ്ങനെ ആണുങ്ങൾ പെണ്ണിട്ടുമ്പോ എനിക്ക് കുട്ടികളുണ്ടാവും, ആ കുട്ടികൾ നന്നാവണമെങ്കിൽ ഞാൻ കിട്ടുന്ന പെണ്ണ് നന്നാവണം. ഇന്നത്തതുപോലെ ചെറുക്കനെന്താ പണി? ഓ MBA കാരനാ. അപ്പോഴോ ഓനേതാ കോഴ്സ്? ഓ MBA. അപ്പൊ പെണ്ണിനും അതിനോട് വല്ല ഡിഗ്രിയോ വല്ല BCom എന്തേലും വേണം, വേറൊന്നും വേണമെന്നില്ല, ഒരു BCom ഉണ്ടായാൽ മതി. അതപ്പത്തെ അന്വേഷണം. നിങ്ങൾ പത്രത്തിൽ നോക്കൊണ്ടു, പത്രത്തിൽ ഇണയെ ആവശ്യമുണ്ട് എന്നുള്ള ഏത് പത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും ചെറുക്കന്റെ ഡിഗ്രി കൊടുക്കും, അതിനനുസരിച്ച് പെണ്ണിന് ഇത് വേണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോഴ്സ് നോക്കിയിട്ട് സഹോദരങ്ങൾ, ഈ യൂണിവേഴ്സിറ്റിയിൽ കായൊടുത്താൽ കിട്ടുന്ന സാധനമല്ല ഈ ഡിഗ്രി എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് ഏതാ ഡോക്ടർ ഡിഗ്രി വേണോ? എത്ര ഡോക്ടർമാർ 10-30 കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് ചികിത്സ നടത്തിയിട്ട് പിന്നലെ പിടിക്കണത്? ഓനുണ്ട് കള്ള സർട്ടിഫിക്കറ്റ്. നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കള്ള സർട്ടിഫിക്കറ്റില്ലേ? ഇതാണോ നമ്മൾ ഒരു ചെറുക്കൻ ഒരു പെണ്ണ് അന്വേഷിക്കുമ്പോ ഈ സർട്ടിഫിക്കറ്റ് ഈ ക്വാളിഫിക്കേഷനാ നോക്കേണ്ടത്? അവിടെയാ പഴിച്ചത്. ഒരു BEd ഒരു MEd കാരനാണെങ്കിൽ ഓനിക്കൊരു BEd കാരിയെ, ഒരു MBBS കാരനാണെങ്കിൽ ഓനിക്ക് വേണ്ടത് ചുരുങ്ങിയത് ഒരു BDS കാരത്തിയെങ്കിലും അല്ലേ? നോക്കൊണ്ടു യോജിപ്പ് കുറവാക്കാരം. കൂടുതൽ ഇന്ന് ഡൈവേഴ്സിന് വേണ്ടി കുടുംബ കോടതിയിലേക്ക് കയറി വരുന്നത് ആരാന്നറിയോ? ഹൈ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളെ ഫാമിലിയിൽ നിന്നാ. ഞങ്ങളൊന്ന് വിടർത്തി തന്നാ മതി. കാരണം എന്താ? ഇത് യോജിക്കാത്തത് തള്ളുപോയി. ഇപ്പൊ നിങ്ങളറിയില്ലേ, തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കരളെടുത്തിട്ട് അതൊരു പെട്ടിയിലാക്കിയിട്ട് ഒരു ആംബുലൻസിലാക്കിയിട്ട് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയിട്ട് ട്രാഫിക് സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചും കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ട് കേരളത്തിലെ അത്ഭുതകരമായ ഒരു മെഡിക്കൽ സയൻസിനെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചോ ഏതെങ്കിലും ഒരാളെ കരളെടുത്തിട്ട് വേറൊരാക്കാണ്ട് മസ്തിഷ്ക മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കരളെടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു കരൾ രോഗമുള്ള ഒരാൾക്കാണ് കൊണ്ടുപോയി വെച്ച് കൊടുക്കാൻ പറ്റുന്നുള്ളത്? എത്ര ടെസ്റ്റും ചെക്കപ്പും നടത്തിയിട്ടാണ് ആളെ തെരഞ്ഞെടുക്കണമെന്ന് അറിയോ? ഓന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം, ഓന്റെ ബ്ലഡ് സർക്കുലേഷൻ നോക്കണം, ഓന്റെ ഷുഗർ ചെക്ക് ചെയ്യണം, ഓന്റെ വയസ്സ് നോക്കണം, ഓന്റെ ശരീരത്തിന്റെ വെയിറ്റ് നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു 50% ഇത് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഏകദേശം 50% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു പച്ച മനുഷ്യന്റെ കരളും കിഡ്നിയും എടുത്തിട്ട് ഈ ശരീരത്തിനാണ് വെക്കുള്ളൂ. അല്ലേ? അങ്ങനെ വെച്ചാൽ തന്നെ 6 മാസം നിരീക്ഷണത്തിലല്ലേ വെച്ച ആള് സ്വീകരിച്ച ആള്? 6 മാസം നിരീക്ഷണത്തിൽ എന്താ നിരീക്ഷണം? ജലദോഷം വരാൻ പാടില്ല, ഒരു പനി പിടിക്കാൻ പാടില്ല, എന്റെ റൂമിലേക്ക് എന്റെ ഭാര്യ അല്ലാതെ വേറൊരാളും വരാൻ പാടില്ല, എന്നെ കാണാൻ വരാൻ പാടില്ല, ഒരു കൊതുക് പോലും എന്റെ റൂമിലേക്ക് വരാൻ പാടില്ല. അഥവാ ഒരു ജലദോഷം വന്ന ആളൗട്ടായി. 10-35 ലക്ഷം മുടക്കിയിട്ട് കരള് മാറ്റി വെച്ചിട്ട് അടക്കണു അറിയും. എന്തേ സ്വീകരിക്കണില്ല? ശരീരം സ്വീകരിച്ചു കിട്ടണ്ടേ? ശരീരം പിടിച്ചിട്ടുണ്ടേ? എന്തിനാ ഈ ഗർഭിണികള് ഛർദിക്കണത്? ഗർഭമുണ്ടായി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കാണാം, ഭൂരിഭാഗം പെണ്ണുങ്ങൾ ഛർദി. എന്താ ഈ ഛർദി എന്ന് പറയുന്നത്? പച്ചവെള്ളം കുടിച്ചാൽ മുഴുവൻ പോരാ, ഛർദിച്ച് ക്ഷീണിച്ച് ആസ്പത്രി കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ കയറ്റില്ലേ പാവങ്ങള്. എന്താ കാരണം എന്നറിയോ? ഈ പെണ്ണിന്റേതല്ലാത്ത ഒരു ചെറിയ ഒരു ഭ്രൂണം, ഒരു സാധനം ഈ പെണ്ണിന്റെ വയറ്റിൽ വളരുന്നുണ്ട്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗം അല്ലാത്ത ഒരു സാധനം ഇവിടെ വളരുകയാണ്. അതിങ്ങനെ വളരുമ്പോ അതിനെ ആ ശരീരം പുറത്തേക്ക് തള്ളാണ്. ഈ സാധനത്തെ തള്ളണ്. പക്ഷെ ആ സാധനത്തെ അള്ളാഹു തആല ഗർഭപാത്രത്തിന്റെ പുറത്ത് 3 അറകൾക്കുള്ളിൽ സംരക്ഷിച്ചു. അല്ലേ? ആംനിയോൺ, കോറിയോൺ, ഡിസുഡുവ. ഈ 3 സംരക്ഷണ ഭിത്തിക്കുള്ളിൽ സംരക്ഷിച്ചതുകൊണ്ട് ഛർദിയിലാണ് പോരുന്നില്ല. ബാക്കി പച്ചവെള്ളം കുടിച്ചാലും ഇതിനെ തള്ളിനോടുകൂടി ബാക്കിയൊക്കെ പോരുക. കടലിന് വേണ്ടാത്തത് കടല് അടുത്ത തിരമാലയിൽ ഇങ്ങോട്ട് കൊടുന്ന് തള്ളും. നമ്മുടെ ശരീരത്തിന്റെ ഒരു സംവിധാനം നോക്കണേ. വേണ്ടാത്തത് മുഴുവൻ മലം, മൂത്രം, വിയർപ്പ്, ചലം, ഛർദി ഒക്കെ തള്ളല്ലേ. അതാ സ്വീകരിച്ച് കിട്ടാൻ പണിയാണ്, സ്വീകരിച്ച് കിട്ടാൻ. അപ്പൊ ഒരു പെണ്ണിനെ എന്നിലേക്ക്, എന്റെ ഭാര്യാന്ന് എന്റെ കുടുംബം കണ്ടെത്തിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയത് എന്നിലേക്കും ചേർന്നിട്ട് എന്റെ കൽബും അവളുടെ കൽബും യോജിച്ച് കിട്ടണമെങ്കിൽ മവദ്ദതം വറഹ്മ എന്നാ ഖുർആൻ പറഞ്ഞത്. അല്ലാഹു തആലയുടെ കൽബിനെ വല്ലാത്ത സ്നേഹവും കാരുണ്യം കൊണ്ട് നിറക്കുന്ന അങ്ങനെ ആയി കിട്ടാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ബ്ലഡ് ചെക്ക് ചെയ്താ പോരാ, മുതല് ചെക്ക് ചെയ്താ പോരാ, സർട്ടിഫിക്കറ്റ് നോക്കിയാ പോരാ, ക്വാളിഫിക്കേഷൻ നോക്കിയാ പോരാ. ലേ തുംഗഹുൽ മർഅതു ലിമാലിഹാ വലിനസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദീനുള്ള തഖ്വയുള്ള ഒരു ഉമ്മാനെ നിന്റെ വാപ്പൻ കണ്ടെത്തലായിരുന്നു നിന്നോട് ചെയ്യുന്ന കടപ്പാടിൽ ഒന്ന്. ദീർഘവീക്ഷണത്തോടുകൂടി സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തതോ ഇഞ്ഞുണ്ടോന്ന് ചോദിച്ചുണ്ട്. ഏതാ? വയുഹസ്സിന ഇസ്മഹു. ജനിച്ചു വന്നാൽ
പുറത്തേക്കണ് വന്നാൽ പിന്നെ നിന്റെ ഉപ്പ ചെയ്യേണ്ട രണ്ടാമത്തെ കടമ വയുഹസ്സിന ഇസ്മഹു, നല്ലൊരു പേര് നിനക്ക് വിളിക്കലാണ്. മക്കളോട് ചെയ്യേണ്ട കടപ്പാട്, മക്കൾ നഷ്ടപ്പെടാതിരിക്കാനേ ചെയ്യേണ്ട കടപ്പാട് നല്ലൊരു പേര്. നല്ല പേര് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള പേര്, നല്ല അതിനർത്ഥം. എന്നിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അടുത്ത് വരും, ഉസ്താദ് ഇതിന്റെ അർത്ഥം എന്താണ്? അറബിയിലേ അങ്ങനെ ഒരു വാക്കുണ്ടാവില്ല. പാവ ഉസ്താദ് അത് ഡിക്ഷണറി മുഴുവൻ തപ്പി നോക്കിയിട്ട് ഇത് അറിയില്ല, കണ്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഈ ലിസ്റ്റേറ്റ് ഉമ്മാന്റെ അടുത്ത് ചെന്നാൽ വീട്ടിലെന്താ ചർച്ച അറിയോ? അല്ലെങ്കിൽ വിവരല്ല. പഴയ മൂല്യരാണ് എന്ത് വണ്ടി കൊണ്ടേ കൊടുത്താലും അതിനെന്തേലും അർത്ഥം ഉണ്ടാവും. തപ്പില്ലാത്തത് പറയില്ല, ഇയാള് സൂക്ഷിച്ചിട്ടേ പറയുള്ളൂ. അതാ അർത്ഥം നോക്കിയിട്ട് പേരിടാൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏത് കാലം മുതൽ ഈ അർത്ഥം നോക്കിയിട്ട് പേരിടാൻ തുടങ്ങിയത്? അർത്ഥമല്ലല്ലോ നോക്കേണ്ട പേരിന്. അത് പറഞ്ഞല്ലോ, റസൂൽ തന്നെ പറഞ്ഞു അള്ളാന്റെ പേര്, ഒരാളെ പേര് നോക്കിയിട്ട് അള്ളാന്റെ പേര്, റസൂലുള്ളാന്റെ പേര്. എന്തിനാ? ഒരു അയാളുടെ എന്റെ കുട്ടിക്ക് പേരിടുമ്പോ ആ പേര് വേറെ ആർക്കെങ്കിലും ഉണ്ടായിട്ട് അയാളുടെ സ്വഭാവങ്ങളും അയാളുടെ ഗുണങ്ങളും അയാളുടെ തഖ്വകളും അതേപോലെ എന്റെ കുട്ടിയും വളരണം എന്ന നിയ്യത്തോടു കൂടി എന്നല്ലേ പേരിടേണ്ടത്, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഈ പള്ളിക്കാട്ടിൽ ഒന്ന് നടന്നു നോക്കി, ഈ പൊന്തൊക്കെ ഒന്ന് വെട്ടിയിട്ട് ഈ പീസാൻ കല്ലുമൊക്കെ ഒന്ന് നോക്കൊണ്ടു. നിങ്ങളൊന്ന് എണ്ണി നോക്കി, ആണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേരേതാക്കാരെന്നറിയോ? ഒന്ന് മുഹമ്മദ് ഉണ്ടാവും, പിന്നെ ഹംസി അലിയൊക്കെ കരാ. ഹംസാക്ക, ഹംസാജി, കുഞ്ഞംസ, അതാക്കാരൻ കൂടുതൽ പഴയ തലമുറ. അല്ലെങ്കിൽ അലിയൊക്കെ അലി. എന്താ അങ്ങനെ ഹംസി അലിയും കൂടുതലാകാം, അലിക്കാക്കാളൊക്കെ കൂടുതൽ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് ഈ സിനിമയുടെ സ്വാധീനം, ഈ ക്രിക്കറ്റിന്റെയും ഫുട്ബോളിന്റെയും സ്വാധീനം നമ്മുടെ ഉമ്മത്തിൽ വരുന്നതിന്റെ മുമ്പ് അവരേറ്റവും കൂടുതൽ അവരാകർഷിച്ചിരുന്നത് നമ്മുടെ കിസ്സപ്പാട്ടുകളായിരുന്നു. റമളാൻ മാസമൊക്കെ തറാവി കഴിഞ്ഞ് കഞ്ഞുടിച്ചിട്ടാണ് പോയ പെൽച്ചച്ചോറ് വയ്ക്കുന്നത് വരെ നല്ല പാട്ട്. കിസ്സപ്പാട്ടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നാല് ബദർ, ഉഹദ്, കർബല, അതിലൊക്കെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാറിന്റെ ധീരമായ പോരാട്ടങ്ങള്, അലി തങ്ങളുടെ ചെറുത്തുനിൽപ്പുകള്, ഇതൊക്കെ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ ആ സദസ്സിലുള്ള വിശ്വാസികള് അവര് പറയാം, എന്റെ കുട്ടിക്ക്, എന്റെ ഭാര്യക്ക് ഇപ്പൊ ഗർഭാണ്, ഇൻഷാ അല്ലാഹ് എന്റെ കുട്ടിനെ ഞാനൊരു ഹംസയെ പോലെ ആക്കും, എന്റെ കുട്ടിക്ക് ഹംസ എന്നാ പേരിട്ടുന്നത്. തീരുമാനിച്ചവര് അതാ, എന്റെ കുട്ടിനെ അലിയെ പോലെ കറമല്ലാഹു വജ്ഹ, ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിലും മുട്ടുമടക്കാത്ത, സുജൂദ് ചെയ്യാത്ത മഹാനായ അലി തങ്ങളെ പോലെ ഞാൻ വളർത്തും. അങ്ങനെ ആകണം എന്റെ കുട്ടി. അങ്ങനെ ആ നിയ്യത്തോടുകൂടി ഇട്ടാലോ, ഒന്നിരിക്ക ഹംസ തങ്ങളുടെ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ, അലി റളിയല്ലാഹുവിന്റെ സ്വഭാവങ്ങൾ ഏതെങ്കിലും ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടാവും. ഉറപ്പാ, ഏതെങ്കിലും ഒരു സ്വഭാവം ഈ കുട്ടിക്കുണ്ടാവും. അങ്ങനെ പേരിടുക. എന്നാലോചിച്ച് നോക്ക്. ഇന്ന് നമ്മൾ സ്വാധീനിച്ചത് ബദറോ ഉഹുദൊന്നുമല്ല, ബദറോ ഉഹുദോ ഇതൊന്നുമല്ല. ഇന്ന് സിനിമയും ക്രിക്കറ്റും ഇതൊക്കെയാണ്. ഇന്ന് ഷാറൂഖ് ഖാൻ പേരിടാൻ പറ്റുകയാണെങ്കിൽ അത് ഇടാൻ എന്ത് താല്പര്യം എന്നറിയോ? താല്പര്യമില്ലായിട്ടല്ല, ഓന്റെ മാരിയാണ് മസിലൊക്കെ വീർപ്പിച്ച് ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, എത്ര ആൾക്കാർ എന്റെ അടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഉസ്താദ് ഇതിന്റെ ഇത് കുട്ടി ജനിച്ചിട്ടുണ്ട്, പെണ്ണാണ്, ഇത് ഇടാൻ പറ്റുമോ? ഒന്ന് പറയാനൊരു മടി. ഇത് കടലാസിൽ കുറിച്ചുകൊണ്ടിരാ, അല്ലെ പറ്റുമെങ്കിൽ മതി. അത് നോക്കുമ്പോ എന്താ സാനിയ. ഞാൻ അവന്റെ മുതുകൾ നോക്കുമ്പോ തന്നെ, അല്ല എന്നാ വേണ്ട, എന്നാ വേറെ ഏതെങ്കിലും ഒന്ന്. സാനിയ. ഓനെ ഈ സാനിയ എന്ന് പേരിടാൻ അവനെ പ്രേരിപ്പിച്ചതെന്താ? ഒരു സാനിയ മീർസ് ഉണ്ട്. ആ മീർസന്റെ തൊടിയും തടിയൊക്കെ കാണിച്ചിട്ട് ആണുങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് ഓള മേനി പിന്നെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഓളൊരു ബാറ്റ്മെന്റ് പോലെ കളിക്കുന്നുണ്ട്. അപ്പൊ എന്റെ കുട്ടി അങ്ങനെ ചാടി കളിക്കണതൊക്കെ കാണിച്ചുകൊണ്ട് അതേമാതിരി അല്ലെ? അങ്ങനെയല്ലേ ആ പേരുമക്ക് സ്വാധീനം വന്നത്? അല്ലാതെ എന്ത് മാനദണ്ഡമുള്ളത്? സാനിയ എന്ന് പറഞ്ഞ ഒരു സ്വഹാബി വനിതയെ, ഒരു ചരിത്ര പുരുഷൻ ഏതെങ്കിലും ഒരാളുണ്ടോ? ഇതാണ് നമ്മളെ ചിന്താഗതി. ഇതാണ് എന്നാ സാനിയ പേര് ഞാൻ ആരോടെയും ചോദിച്ചാൽ ഇട്ടാലും നിങ്ങൾ ആലോചിച്ചു. സാനിയ എന്ന് പറഞ്ഞാൽ എന്താ? പച്ച തേവിടിച്ചെന്നല്ലേ, വേശ്യ എന്നല്ലേ പ്രിയപ്പെട്ടവരെ സാനിയ എന്ന് പറഞ്ഞ അർത്ഥം. ഇനി ആ പെണ്ണിന്റെ എന്താ എനിക്കറിയില്ല കേട്ടോ, പക്ഷെ നമ്മൾ വായിക്കൽ അങ്ങനെ സാനിയ തന്നെ, കേൾക്കലും അങ്ങനെ തന്നെ. ചിലപ്പോ സാനിയേക്കാരം. സാനിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തവൾ എന്നുള്ള അർത്ഥമുണ്ട്, സാലിസ മൂന്നാമത്തവൾ. പക്ഷെ നമ്മൾ കേൾക്കൽ എന്താ? സാനിയ സെഡ് തന്നെയാണ്. അതിന്റെ അർത്ഥം വേശ്യ. അപ്പൊ ഞാൻ പറയണത്
നമുക്ക് നമ്മുടെ ബാധ്യത, മാതാപിതാക്കളുടെ ബാധ്യതയാണ് മക്കളോട് ഒന്ന് നല്ലൊരു പേര് വിളിക്കുക. പിന്നെയും ചോദിച്ചു, ഉമറേ പിന്നുണ്ടോ? ഉണ്ട്. ഏതാണ്? വയുഅല്ലിമുഹുമുൽ കിതാബ്. മക്കളുടെ ആദ്യാക്ഷരം കുറിക്കേണ്ടതുണ്ടല്ലോ. ആദ്യാക്ഷരം നമ്മളൊക്കെ ഒരു ദിവസം തന്നെ ചില ക്ഷേത്രങ്ങളിലും ചില കലാമണ്ഡപങ്ങളിലൊക്കെ ഉണ്ടാകും ആദ്യാക്ഷരം കുറിക്കാൻ. നാവും എഴുതി കൊടുക്കുക, അരിയിലൊക്കെ ഇങ്ങനെ എഴുതുക. അത് ആന്നോ ഇർന്നോ ഏതെങ്കിലുമൊക്കെ കാര്യം. നമ്മളെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുകയോ കുറിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടത് അലിഫായിരിക്കട്ടെ, ദീനായിരിക്കട്ടെ, അള്ളയായിരിക്കട്ടെ. അതാ ഒരു കുട്ടി ഉച്ചരിക്കാൻ, ഒരു കുട്ടി മനസ്സിലാക്കാൻ ഉള്ള പ്രായമാകുമ്പോൾ വഅല്ലിമുൽ കിതാബ. അതൊക്കെ ഈ രക്ഷിതാവിന്റെ നല്ല വിദ്യാഭ്യാസം നോക്കിയിട്ട് നല്ല സ്ഥലത്ത് കൊണ്ടുപോയി കുട്ടികളെ പഠിപ്പിക്കുക, ചേർക്കുക. അത് കടപ്പാടിൽപ്പെട്ടതാണ്, ബാധ്യതയിൽപ്പെട്ടതാണ്. ഇത് കേട്ടപ്പോ അങ്ങനെ നിർത്തി. ചുരുക്കി പറയാം, മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവോട് ആ മോൻ പറയാണ്. ആ മോൻ പറയാ, എന്താ പറയുന്ന? യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, ഇന്ന അബീ ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ 3 പോലെ പറഞ്ഞിട്ട് അതൊന്നും എന്റെ വാപ്പ എനിക്ക് ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. എന്റെ വാപ്പാക്കുള്ള കടപ്പാടൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ വാപ്പാരും മക്കളോട്, ഉമ്മയും ബാപ്പയും മക്കളോട് ചെയ്യേണ്ട കടപ്പാട് ഇപ്പൊ 3 പോലെ പറഞ്ഞിട്ട് അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. നീ കേൾക്കണോ? എന്റെ അമ്മ ആരാന്ന് പറയുന്നു? അമാ ഉമ്മി ഫഇന്നഹാ സഞ്ചിയത്തുൻ കാനത്ത് ലിമജൂസിയ. എന്റെ അമ്മ ഒരു മജൂസി കുടുംബത്തിൽ വളർന്ന, ഒരു അഗ്നിയാരാധകരുടെ കൂടെ ജനിച്ച് വളർന്ന, ആ സംസ്കാരത്തിൽ വളർന്ന ഒരു പെണ്ണിനെയാണ് എന്റെ വാപ്പ കണ്ട് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇന്ന് ഭൂരിഭാഷം ഉള്ളത്. 18 വയസ്സ് കഴിഞ്ഞിട്ട് കിട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇന്ന് വല്ലാതൊന്നും സൽക്കാരം ഉണ്ടാക്കേണ്ട ഗതികേട് രക്ഷിതാക്കൾക്ക് വരുന്നില്ല. 18 വയസ്സ് ചില മഹലിലൊക്കെ ഭയങ്കര കർശനായിട്ടല്ല, ഞങ്ങൾ ചെയ്യൂല, ഞങ്ങളാരും ജയിലിലേക്ക് പോകാൻ തയ്യാറില്ല, ഭയങ്കര ജഗപോകയായിട്ടാണ്. കുട്ടിയാൾക്ക് ആവശ്യം. ഒരാൾക്ക് ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ടി സഹോദര, അപ്പോഴും മൂത്രമൊഴിക്കാൻ മുട്ടി. അതിൽ പറയണ കേരള ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഇപ്പൊ ഒരിക്കലും മൂത്രമൊഴിക്കാൻ പറ്റൂല, 6 മണി കഴിഞ്ഞിട്ടേ മൂത്രമൊഴിക്കാൻ പറ്റുള്ളൂ. കക്കൂസ് പോകാൻ മുട്ടിയാലോ? പറ്റൂല, ശിക്ഷയാണത്. നിനക്ക് കക്കൂസ് ഉണ്ടാക്കിയോലും കുടുങ്ങും, ആ കക്കൂസിലേക്ക് വഴി വെച്ചോലും കുടുങ്ങും, കക്കൂസിലേക്ക് പൈപ്പ് വെള്ളം അത് വെച്ച വയറിങ്ങേറിനും കുടുങ്ങും. എല്ലാരും 1 വർഷം തടവിൽ കഴിയേണ്ടി വരും. 7 മണിക്ക് പിന്നെ 6 മണി ഇപ്പോ കക്കൂസ് പോയി. കക്കൂസ് അതുകൊണ്ട് ഇപ്പൊ പോകാൻ പാടില്ല, 8 മണിക്കേ പോകാൻ പറ്റില്ല, രാത്രി 8 മണിക്കേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയണ മാതിരിയല്ലേ വിവാഹം? എന്തിനാ? പ്രകൃതിപരമായി മനുഷ്യനൊരാവശ്യമാണത്. അവന്റെ വികാരങ്ങള്, അവന്റെ സ്നേഹ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ ഒരു ഇണയുണ്ടാകാൻ. അതിനൊക്കെ ഒരു സമയം വെച്ചുകൊണ്ട് അങ്ങനെ വിട്ടുകഴിഞ്ഞാ, അതുകൊണ്ടാണ് ഇന്നിപ്പോ ഞാനൊക്കെ നിക്കാഹ് ചെയ്യുന്നത്. ഞാൻ സത്യം പറയാം, നിക്കാഹ് നടത്തുന്നതിൽ ഒരു 10 നിക്കാഹ് നടത്തുന്നുണ്ടെങ്കിൽ 5 എങ്ങനെയെന്നറിയോ? 5 നിക്കാഹ് നട്ടപ്പാതിരാക്കാരം. എവിടുന്നെങ്കിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നൊക്കെ പിടിച്ചുവിടുന്നിട്ട്, എന്നിട്ട് ഒരു 3-4 ആൾക്കാർ മുണ്ടാതെ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി വെച്ചിട്ട് ആരും അറിയാത്ത രൂപത്തിൽ വന്ന് നിക്കാഹ് ചെയ്യും. മനുഷ്യന്മാരൊന്നും അറിയരുതേ. എന്നിട്ട് പിന്നെ പേരിന് ഇത് കഴിഞ്ഞു എന്ന് ആൾക്കാരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ല ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കൂട്ടോ. ആ കല്യാണത്തിന് ഈ 2 ബന്ധുക്കളും മുഖത്തോട് മുഖം കാണുന്നില്ല, ഭയങ്കര ഈറൈക്കാരോല് തമ്മിൽ. പുതിയാപ്പളുടെ ചെറുക്കന്മാരും പെണ്ണിന്റെ ചെറുക്കന്മാരും, അള്ളാഹ് എന്റെ കുട്ടി കാരണം എന്റെ കുട്ടിയും കിടന്നത് ബലി വിചാരിക്കും. ഓല് പറയും എന്റെ പെണ്ണ് കാരണം. ഇതന്നത്തെ കല്യാണം. നമ്മൾ ചോറ് വെച്ച് പോരുന്നു. അല്ല, പ്രഷർ കയറിയിട്ട് ഇങ്ങനെ നിൽക്കണം. നല്ലൊരു ശതമാനം വിവാഹങ്ങളും ഇതാ. അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, എന്റെ അമ്മ ആരാന്നറിയോ? എന്റെ അമ്മ നല്ല ഒരു തഖ്വയുള്ള, ഒരു പാരമ്പര്യമുള്ള ഒരു ഇസ്ലാമിക കുടുംബത്തിൽ വളർന്നവർ അല്ല. പിന്നെയോ സംഗതി മുസ്ലിമെന്നേക്കാരം, പക്ഷെ അവളുടെ സംസ്കാരങ്ങളും അവളുടെ ബന്ധങ്ങളും അല്ലെങ്കിൽ അവളുടെ ജോലി സ്ഥലങ്ങളും ഇതൊക്കെ, അവരുടെ കൂട്ടുകെട്ടൊക്കെ ജഞ്ചീയത്താണ്. മജൂസി, അഗ്നി ആരാധക. അപ്പൊ അതോട് ദീനായിട്ട് യാതൊരു ബന്ധമല്ല. നേരം വെളുക്കുക, കുളിച്ച, മുടി മാറുക, സാരി എടുക്കുക, പുറത്തിറങ്ങുക, ഷോപ്പിങ്ങിന് പോവുക, വൈകുന്നേരം വരിക, ടിവിയും കാണുക, പാർസൽ ഹോട്ടലിൽ നിന്ന് പാർസലാക്കുക, അങ്ങനെ കഴിക്കുക. പാവം. ആ സംസ്കാരമാണ്. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ജഞ്ചീയത്താണ്. 2ാമത്തെ നിങ്ങൾ പറഞ്ഞില്ലേ നല്ല പേരിടണമെന്ന്.
നല്ല പേരെണ്ണ. എന്റെ പേരെന്താന്നറിയോ? വഖദ് സമ്മാനി ജ്വാല, വഖദ് സമ്മാനി ജ്വാല. എനിക്കെന്റെ ഉപ്പ ഇട്ട പേരെന്താന്നറിയോ? ജ്വാല, ജ്വാല. ഈ ഐനും ലാമും ഇതൊക്കെ അറബികൾക്ക് ഇങ്ങനെ കേൾക്കാൻ രസമുള്ള, അങ്ങനെ രസമുള്ള വാക്കുകൾ കൂട്ടിയിട്ട് അപ്പൊ ജ്വാല. എന്താ ജ്വാല എന്നുള്ളതിന്റെ അർത്ഥം? കരിംവണ്ട്. പൊന്നുമോനെ വിളിക്കണ ചെറുക്കാ കരിംവണ്ട് ഇല്ലേ? നമ്മുടെ പേരും കുട്ടികളുടെ സ്വഭാവം അഭേദ്യമായ ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാ. ഈ വലിയ ക്രിമിനലുകളുടെ പേര് പത്രത്തിലൊന്ന് വായിച്ചു കൊണ്ടു. നാട്ടിൽ അറിയപ്പെടുന്ന വലിയ അന്തർ സംസ്ഥാന ക്രിമിനലുകളുടെ പേര്, ഓല പേരിന്റെ കൂടെ ഒക്കെ ഉണ്ടാവും ഒരു വൃത്തികെട്ട പേര്. ഇപ്പൊ ഉദാഹരണമായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വാഹന മോഷണ സംഘത്തിന്റെ നേതാവാണ് ആരാന്നറിയോ? റഹീം. റഹീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. ഓന്റെ വാപ്പ ഇട്ട പേര് റഹീം എന്നാക്കാരം, അബ്ദുറഹീം എന്നാക്കാരം. റഹീം എന്ന് പറഞ്ഞാൽ അറിയില്ല. പിന്നെ റിക്കാർഡിക്കലൊക്കെ ഉള്ള എങ്ങനെയെന്ന് അറിയോ? വീരപ്പർ റഹീം, വീരപ്പർ റഹീം എന്നാ. ആ പാവം ആ വിദ്വാനെ, ആ മഹാനെ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ആള് വലിയ ഉയരൊന്നുമില്ല. പക്ഷെ പോലീസുകാരൊക്കെ പറയാണ്, ഒരു നല്ലൊരു വണ്ടി ഇങ്ങനെ എത്തണണ്ട ഓന് പറ്റിയ അത് നേരം വെളുക്കുമ്പോഴേക്ക് ഒരു 3-4 കവറിലാക്കിയിട്ട് കോയമ്പത്തൂർക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു തുമ്പൂല പിടിക്ക, ഒരു തുമ്പും കൊട്ടൂല, അത്രയും വിദഗ്ധന. അപ്പൊ എന്തേ ഈ പാവം അബ്ദുറഹീം എന്ന് വാപ്പ പേരിട്ട ഈ നല്ല കുട്ടിക്ക്, അല്ലെ, കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര, നല്ല കുട്ടിക്ക്, എല്ലാരും ജനിക്കുന്നത് നല്ല പ്രകൃതിയിലാണ്. പിന്നെ അതിന്റെ ഇടയിൽ ഒരു വീരപ്പൻ എന്നുള്ളൊരു പേര് ആരോ സാഹചര്യങ്ങളെ കൊണ്ട് ചിലപ്പോ സ്കൂളിൽ പോയപ്പോ പെണ്ണ് കട്ടതാകാരം. അപ്പൊ അന്ന് ഏറ്റവും വലിയ കള്ളന്റെ പേരാണത് അന്നത്തെ. അപ്പൊ അതാ ഓനാ കട്ട് എന്ന് പറഞ്ഞ ഓനൊരു വീരപ്പനാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഉള്ളിൽ കുറെ 2-3 റഹീമുമാര് ക്ലാസ്സിലുണ്ടാവുമ്പോ തിരിച്ചറിയാൻ വേണ്ടി വീരപ്പൻ റഹീം, വീരപ്പൻ റഹീം. ആ കുട്ടി ഓന് പിന്നെ എന്തായി? വലിയ കള്ളനായി. ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിന്റെ പേരുണ്ടല്ലോ, എത്രയോ സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുകയും കുറെ ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്ത ഓന്റെ പേര് ശ്രീധരൻ എന്നാണ്. ശ്രീധരൻ. ഇപ്പൊ ഓന് ഉള്ളിലാ കിടക്കണത്. ഓനെ പിടിച്ചു അല്ലേ? വെറും ശ്രീധരനല്ല, പിന്നെയോ കോടാലി ശ്രീധരൻ എന്നാ പറയാ. കോടാലി ശ്രീധരൻ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരൊക്കെ ഒന്ന് വായിച്ചു കൊണ്ടു. ഈ അടുത്ത കാലത്ത് നടന്ന കള്ളന്മാരി കൊള്ളക്കാരെയും കൊട്ടേഷൻ സംഘങ്ങളുടെ പേരൊക്കെ അതിന്റെ ഒപ്പൊക്കെ ഉണ്ടാവും. വല്ല മൂർഖനോ, വല്ല കുപ്പിച്ചീലോ, വല്ല മടാളോ. കാരണം അതാണ്ട് സാധിക്കുകയാണ്. ഈ കുട്ടികളെ നമ്മൾ വൃത്തികെട്ട പേര് വിളിച്ചാൽ അത് ആ കുട്ടികളിലങ്ങട്ട് സംഭവിക്കുകയാണ്. ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അല്ലാഹു ഉത്തരം നൽകുന്ന ടൈമായാ പോരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ പിതാവിട്ട പേര് ജ്വാല, കരിംവണ്ട് എന്നാണ്. അതും ആ ബാധ്യത എന്റെ വാപ്പ നിറവേറ്റിട്ടില്ല. മാത്രല്ല പിന്നെ നല്ല ദീന് പഠിപ്പിക്കണം. ആദ്യം തന്നെ ദീനിയായിട്ടുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ ചേർക്കണം, അവിടെ പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? വലം യുഅല്ലിമുനി മിനൽ കിതാബി ഹറഫൻ വാഹിദ. എന്നെ 3.5 വയസ്സ്, ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 3.5 വയസ്സായപ്പോഴേക്കെന്നെ എന്റെ കഴുത്തിൽ ഒരു ടൈയും കോട്ടും വലിയൊരു ബാഗും വെച്ചിട്ട് മഞ്ഞ ബസ്സിലാണ് കയറ്റി വിട്ടു. അവിടെ ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ആണ്, പക്ഷെ അവിടെ ഉണ്ട്, മദ്രസയുണ്ട്, ഖുർആനൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് വിട്ടത്. മദ്രസന്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയിട്ടില്ല. അവിടുത്തെ ഖുർആനോ, അവിടുത്തെ അറബിയോ എന്താ ഉള്ളത്? അതും ഒഴിവുണ്ടാകുമ്പോ ഏതെങ്കിലും വല്ല അധ്യാപകർക്ക് ഒഴിവുണ്ടാകുമ്പോ കുറച്ചേരം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി അതിൽ തോറ്റാലും സ്കൂൾ തോൽക്കുവോ? അത് തോൽക്കൊന്നുമില്ല. ഇതങ്ങനെയുള്ളൊരു വിഷയമൊന്നല്ല. അങ്ങനെ ഈ കുട്ടിക്ക് ദീനുമില്ല. എനിക്കത് പഠിപ്പിച്ചില്ല. എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 1000കണക്കിന് മദ്രസ കേരളത്തിലുണ്ട്. ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ 2 മദ്രസ ഉണ്ട്. ഇഷ്ടംപോലെ ചേർക്കാം. അതിക്കൊന്നും കുട്ടികളെ ചേർക്കാതെ നേരെ അങ്ങോട്ട് വിട്ടിരുന്നു. ഇതൊക്കെയാണ് എന്റെ വാപ്പിയമ്മയും ചെയ്തത് അല്ലേ? മഹാനായ ഉമർ തങ്ങൾ വാപ്പാനോടൊന്ന് വരാൻ പറഞ്ഞു. വാപ്പാനോട് വരാൻ പറഞ്ഞ 4 കള. ഇപ്പൊ മകൻ പറഞ്ഞേക്കണില്ല എന്നല്ലേ? ഈ മകന് ചെയ്യേണ്ട കടപ്പാട് തീർത്തിട്ടുള്ളോ? എന്നാലോചിച്ച് നോക്ക്. ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒപ്പം നമ്മുടെ കാഴ്ചപ്പുറത്ത്, നമ്മുടെ ദൃഷ്ടിയിൽ നമ്മുടെ മക്കൾ വളരണം. അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ന്യൂനതകൾ കണ്ടാൽ അത് എടുത്തു നുള്ളി മെല്ലെ മാറ്റാൻ കഴിയുള്ളൂ. ഈ അടുത്ത കാലത്തെ ഏറ്റവും നല്ലൊരു ശില്പിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അയാളെ പേരെന്താ? കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമൻ ഈ കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തിന്
ആ ഫസ്റ്റ് സമ്മാനം, ആ കപ്പ്, സ്വർണ്ണ കപ്പ് ഡിസൈൻ ചെയ്യാൻ കുറെ വഴുകി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. തൽക്കാലം ഒന്ന് കൊടുക്കേ. കാരണം അത് ഡിസൈൻ ചെയ്തതിന് ശരിയാകാഞ്ഞിട്ട് പിന്നെ അത് കാനായി കുഞ്ഞിരാമനെ ഏൽപ്പിച്ചു. കാനായി കുഞ്ഞിരാമനാ പിന്നെ ആ ഷീൽഡ് ഡിസൈൻ ചെയ്തത്. അത്രയും വലിയ ശില്പിയാണ്. ആ കാനായി കുഞ്ഞിരാമന് അവാർഡ് വാങ്ങിക്കൊടുത്ത, സംസ്ഥാന അവാർഡ് വാങ്ങിക്കൊടുത്ത ശില്പം ഏതാണെന്നറിയോ? വലിയ ഒരു പാറമേ ഒരാനനുണ്ടാക്കലാണ്. വലിയ ഒരു പാറമ അയാൾ ദിവസം പോയിട്ട് കുറച്ച് സമയം ഉപയോഗപ്പെടുത്തിയിട്ട് കൊത്തി 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 ഒഴിഞ്ഞൊരു സ്ഥലത്ത് നല്ലൊരാന, എന്നിട്ട് അതിമ മെഴുകൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് ഷാറാക്കിയിട്ട് പത്രക്കാരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയൊക്കെ വന്ന് കണ്ടു. അയാൾക്ക് സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ ശില്പിക്കുള്ള അവാർഡും കൊടുത്തു. ഒക്കെ ആയി. കണ്ടാൽ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നിവർത്തി പിടിച്ചു നിൽക്കുന്ന ജീവനുള്ള ഒരാന, ചുറ്റുഭാഗം പൊന്തകളൊക്കെ വെച്ചിട്ട് ഒരാന അങ്ങനെ വരുന്നത് പോലെ തന്നെ ജീവുള്ള ഒരാനയെ പോലെ തോന്നുന്ന നല്ല രസകരമായ ചിത്രം. അങ്ങനെ ഒരു പത്രക്കാരൻ, ഒരു പത്രപ്രവർത്തകൻ അയാളെ ആ ശില്പത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അതിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയാളുടെ ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താണെന്നറിയോ? എങ്ങനെ നിങ്ങൾക്ക് ഇതിന് സാധിച്ചത്? എങ്ങനെ ഇത്രയും മനോഹരമായി? കല്ലേതായിരുന്നു മുമ്പ് എല്ലാവർക്കും ആ നാട്ടുകാർക്ക് അറിയാം. ആകെ ഉന്തും മുഴകളും ഓട്ടി മടയൊക്കെ ഉണ്ടായിരുന്ന, ആ വിള്ളലൊക്കെ ഉണ്ടായിരുന്ന ആ കല്ലിന് ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ശില്പമാക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചത് എന്ന് കാനായി കുഞ്ഞിരാമനോട് പത്രക്കാരൻ ചോദിച്ചപ്പോ അയാൾ പറയാണ്, വളരെ സിമ്പിളായിട്ട് അയാൾ പറയാണ്, ഞാൻ ആ ആനല്ലാത്തതൊക്കെ കണ്ട് കൊത്തിക്കളഞ്ഞു. ബലി വിചാരിച്ച് ഒരു പേജ് എഴുതാണ്ടാവുന്ന ഇയാള്, ഞാനത് ദിവസം രാവിലെ വരും, എന്നിട്ടിങ്ങനെ നോക്കുന്നിട്ട് എന്റെ ഭാവനയിൽ നിന്ന് എടുത്തും കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട്. ഒന്നുമില്ല, അയാൾ പറഞ്ഞ ആനല്ലാത്തതൊക്കെയാണ് കൊത്തിക്കളഞ്ഞു. അതിൽ വലിയ അർത്ഥമുണ്ട് നമുക്ക്. മാതാപിതാക്കൾ എന്ന് പറയുന്നത് മക്കളാകുന്ന ശില്പി, മക്കളാകുന്ന ശില്പത്തിന്റെ ശില്പികളാണ്. നമ്മുടെ മക്കൾ ഒരു ശില്പമാണ്. ആ ശില്പം നല്ലൊരു മനുഷ്യനായി കിട്ടാൻ, മനുഷ്യൻ ആകുന്നതിന് തടസ്സമാകുന്ന എന്തെങ്കിലും ആ ശരീരത്തിലോ ആ സ്വഭാവത്തിലോ ആ പെരുമാറ്റത്തിലോ ഉണ്ടെങ്കിൽ ശില്പിയാകുന്ന മാതാപിതാക്കൾ ഓരോന്നോരോന്ന് കൊത്തിക്കളയണം. അതിന് എപ്പോഴും മാതാപിതാക്കളും മക്കളും തമ്മിൽ അഭേദ്യമായൊരു ബന്ധം വേണം, ഒപ്പുണ്ടാവണം. പലതുണ്ടാകാം. നമ്മുടെ മക്കളെ മനുഷ്യനല്ലാതെയാക്കാൻ, മൃഗമാക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ ദുസ്വഭാവങ്ങളും വൃത്തികേടുകളും എപ്പോഴും പിടിപെടാം. അപ്പൊ എപ്പോഴും ഈ പിതാവിന്റെ മാതാവിന്റെ നിരീക്ഷണത്തിൽ എന്തെങ്കിലും കണ്ടാൽ, കുട്ടിന്റെ ചുണ്ടിങ്ങനെ വീർത്തത് കണ്ടാൽ, സാധാരണ ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ പൊന്തി വീർത്തത് കണ്ടാൽ, മോനെ ബടവാ, എന്താ എന്റെ ചുണ്ടത്ത്? ഒന്നുമില്ലമ്മ. അല്ല എന്നാലും അപ്പൊ കാണാ ഹാൻഡ്സ്, മോനെ അത് പറ്റൂലട്ടോ, എടുക്ക്. ആ ശില്പത്തെ നല്ലൊരു മനുഷ്യനാക്കാണ്, അതെടുത്ത് ഒഴിവാക്ക്. ഇനി മേലത് കാണരുത് കേട്ടോ, അത് അപകടമാണ്. ഇല്ലേ? പിന്നെ അങ്ങനെ ഒരു ദിവസം കോളേജ് വിട്ട് വരുമ്പോ കാണാം, പോക്കറ്റ് ജീൻസിന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ 2 വയറൊക്കെ വന്നിട്ട് വല്ല ഐസിയുന്ന് നീച്ചേരുന്ന മാതിരി ചവിട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് എയർഫോണാണ്. എടാ എന്താ ഈ കോലം, എന്താ ഇങ്ങനെ വരുന്നു? എന്താ വയറിന്റെ തലപ്പത്ത്? അപ്പൊ മൊബൈലാണ്. അടിക മൊബൈല്, എന്താ പാട്ട്? നോക്കുമ്പോ എന്തോ പാശ്ചാത്യ സംഗീതം. എടാ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, ഒക്കെ ഡിലീറ്റ് ചെയ്യും. അതാ കൊത്തിക്കളയാണ്. ശില്പി കൊത്തിക്കളയാണ്. നല്ലൊരു ശില്പത്തെ ഉണ്ടാക്കുകയാണ്, നല്ലൊരു മനുഷ്യനുണ്ടാക്കാൻ. അത് കൊത്തിക്കളഞ്ഞു. ഓന്റെ ബാഗ് എടുക്കുക, ഓന്റെ ബാഗ് പരിശോധിക്കണം ഇടക്കിടക്ക്. ഘടിക ബാഗ്. നല്ല മകന്, നല്ല ബന്ധമുള്ള ഉപ്പിയും മകനും ആണെങ്കിലോ ഒരു മടി ഉണ്ടാവില്ല. ദപ്പ അല്ലേ? നമ്മളെ വീട്ടിൽ നിന്നൊക്കെ മൊബൈൽ ഫോണിലൂടെയുള്ള അവിഹിത ബന്ധത്തിൽ നിന്ന് മരുമക്കളോ വീട്ടിലെ സ്ത്രീകളോ ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ സ്വകാര്യ ഫോൺ വിളി കൊണ്ടാണ്. സ്വകാര്യ ഫോൺ വിളി. എല്ലാവരും ഉറങ്ങിയിട്ട് വാതിലും അടച്ചിട്ട് കമ്പിളിയും തലയിൽ കൂടി ഇട്ടിട്ട് മെല്ലെ കേൾക്കാതെ മണിക്കൂറുകളോളം കണ്ണി കണ്ടോൽക്ക് ഫോൺ ചെയ്യുന്ന പെൺകുട്ടികളോ മരുക്കളുണ്ടോ? അതാണ് അപകടം. അത് വീട്ടിലാരായാലും അതിനൊരു പരിധി വരെ പരിഹാരമാണ്. എല്ലാവർക്കും ഫോൺ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. വീട്ടിൽ വന്ന എല്ലാവരും നമ്മുടെ ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് വെക്കുക. എല്ലാവരും ഫോണും, മോന്റെ ഫോണ്, മകളെ ഫോണ്, മരുവളെ ഫോണ്, പേരക്കുട്ടിന്റെ ഫോണ്, ഉപ്പാന്റെ ഫോണും വല്യപ്പാന്റെ ഫോണ് എല്ലാവർക്കും ഉണ്ടാവും, വല്യമ്മാക്കും ഉണ്ടാവും ഫോണ്. എല്ലാവരും ഏതെങ്കിലും ഒരു ഫോണ് ബെല്ലടിച്ചാൽ ആർക്കും എടുക്കാം. എന്നിട്ട് പറയാം, ദാ മമ്മ അത് ഇങ്ങക്കാണ്.
കൊണ്ടേ കൊടുത്തോട്ടെ, ഇന്ന ആളാണ്. ഇങ്ങനെ ഒരു സ്വകാര്യതയില്ലാതെ ആ ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പിശാചും കടന്നു വരൂല, ഒരു ചാടിപ്പോക്കും നമ്മുടെ കുടുംബത്തിലുണ്ടാവൂല. അതാ, അപ്പൊ അതുകൊണ്ട് കൊത്തി ഒഴിവാക്കണം ഇതുപോലെയുള്ള ബന്ധങ്ങളും ഇതുപോലെയുള്ള വൃത്തികേടുകളും. മോന്റെ ബാഗ് എടുത്തു നോക്കണം. അപ്പൊ അതിന്റെ ആ പുസ്തകത്തിന്റെ ഉള്ളിലെങ്ങാനും ചെറിയ പൊതിയുണ്ടോ? മോനെ എന്തെന്താ? ഒന്നുമല്ല, എനിക്ക് വയ്ക്കുന്ന ഒരാൾ തന്നതാ. അപ്പൊ അറിയണ ഒരാൾക്ക് കാണിച്ചു കൊടുക്ക. ഇത് പിന്നെ എന്താ? അപ്പോഴാ പറയത് കഞ്ചാവിന്റെ പൊതിയാണ്. ഒഴിവാക്കണം മോനെ, ആര് തന്നാലും വാങ്ങരുത്, ഇത്തരം സാധനം ആര് തന്നാലും വാങ്ങരുത്. അപ്പൊ നല്ല ഒരു ശില്പത്തെ ഉണ്ടാക്കാൻ ശില്പികളാകുന്ന മാതാപിതാക്കൾ നിരന്തരമായ ജാഗ്രത ഉണ്ടായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, അങ്ങാ രൂപത്തിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ട് നല്ല തുല്യമായ നീതിയൊക്കെ കൊടുത്തിട്ട്, മക്കൾക്ക് തുല്യമായ നീതിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ അൽഹംദുലില്ലാഹ്, തുല്യനീതി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാട്ടോ. നമുക്കൊക്കെ എന്തായാലും ഒന്നിൽ കൂടുതൽ മക്കളുണ്ട്. അത് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും വയസ്സിൽ. ചിലത് 3, ചിലത് 6, ചിലപ്പോൾ 2, 4 ഇങ്ങനെയൊക്കെ. മക്കളുടെ ഇടയിൽ ഒരു കാരണവശാലും പ്രിയപ്പെട്ടവരെ വിവേചനം കാണിക്കരുത്. അതിപ്പോ നിസ്സാരമായിട്ട് തോന്നും, ഭാവിയിൽ അത് വലിയ വിപത്തായിട്ട് മാറും. വിവേചനം കാണിക്കാറിന ഒന്നുമില്ല. ഇപ്പോ 2 കുട്ടികളാണ്, നമുക്ക് 3 കുട്ടികളാണ്. ഓടിന് വന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടിനെ മാത്രം എടുത്തിട്ട് അതിന്റെ കവളത്തൊരു ഉമ്മ കൊടുക്കുക. മറ്റേ കുട്ടികൾ നോക്കി നിൽക്കേ പാടില്ല. ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും നമ്മൾ വാങ്ങിക്കൊണ്ടുപോവാണെങ്കിൽ തുല്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുക എല്ലാവർക്കും. ഇല്ലെങ്കിൽ വാങ്ങണ്ട. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സഹാബി കയറി വന്നു. കയ്യിലൊരു കുട്ടിയുണ്ട്. അള്ളാന്റെ റസൂല് പിന്നെ എന്റെ മുന്നിൽ ആ കുട്ടിനെ കൊണ്ടുപോയിട്ട്, നബി എന്റെ കുട്ടിയാണ്, ഞാൻ പോന്നപ്പോ ഓനിക്ക് ഒരു പുതിയ ചെരുപ്പ് കണ്ടു, ഞാൻ വാങ്ങിക്കൊടുത്തു. ഓന് വാങ്ങിയ ചെരുപ്പാ. റസൂലുള്ള സന്തോഷമായി, നല്ല പാകമുള്ള ചെരുപ്പ്, നല്ല ചുറുക്കുള്ള ചെരുപ്പ്. ചോദിച്ചു, എത്ര കുട്ടികളാ ചോദിച്ചു. എനിക്ക് 5-6 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവർക്കും വാങ്ങി ചോദിച്ചു. ഇല്ല, ഇന്ന് ആ പീടി തന്നെ കൊണ്ടേ കൊടുക്കും, ഇന്ന് ആ കടയിൽ തന്നെ കൊണ്ടേ കൊടുക്കും, എനിക്ക് വേണ്ട. അതല്ലെങ്കിലോ 5 കൂടി വാങ്ങും. എല്ലാവർക്കും വാങ്ങിയിട്ട് വീട്ടിൽ പോ. ഒരാൾക്ക് മാത്രം വാങ്ങിപ്പോകുമ്പോ മറ്റുള്ളവരുടെ മനസ്സത് വേദനിക്കും. ആ ചെറിയ വേദന ഭാവിയിൽ വലിയ പ്രതികാരമായിട്ട് മാറും. എന്നെ അവഗണിച്ചു എന്നുള്ള ഒരു നിരാശ, കുട്ടികളുടെ മനസ്സിൽ നിരാശ. ഇന്നെന്റെ അമ്മീപ്പൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ ചെറിയ കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നോട് യാതൊരു സ്നേഹമില്ല. വലിയ പ്രശ്നമാണത്, വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ ഭാര്യയെ ബന്ധപ്പെട്ടവർ പ്രസവിച്ച് ഇപ്പൊ 3 വയസ്സായ ഒരു കുട്ടി ഉണ്ട് അവിടെ പടിന്റെ തലക്കിരിക്കണം. ചെറിയ കുട്ടി, അതുവരെ അവളായിരുന്നു ചെറുത്. ഇടുത്തും കൊണ്ട് നടക്കലും മുട്ടായി കൊടുന്നെടുക്കലും എല്ലാവരും ഉമ്മ വെക്കലും ഒക്കെ. ചെറിയൊരു കുട്ടി ഉണ്ടായാൽ അവൾ നോക്കിയിരിക്കെ ഈ കുട്ടിനെ എല്ലാവരും ഓടി വന്നെടുക്കുകയും ഉമ്മ വെക്കുകയും കളിപ്പിക്കുകയും ചെയ്യുമ്പോ ആരും അറിയാതെ മനസ്സ് നൊന്തിരിക്കുന്നുണ്ട് ഒരാളവിടെ. പരിഗണിക്കണം നമ്മളത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ചെങ്ങന്നൂര് ഒരു മകനാണ് ഒരു ഉപ്പാൻ 6 കഷ്ണാക്കിയാണ് വെട്ടിക്കൊന്നത്. പത്രത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ. ഒരു ഉപ്പാൻ ഒരച്ഛന്റെ മകനാണ് 6 കഷ്ണം, കയ്യും കാലും, 2 കയ്യ് 2 കാലും വേറെടുത്തി, പിന്നെ ഈ ഉടലും തലയും വേറെടുത്തി. എന്നിട്ട് അത് 3 ജില്ലയിലാണ് കൊണ്ടുപോയിട്ടത്. 3 ജില്ലയിലാണ് ഈ അവയവങ്ങളൊക്കെ കൊണ്ടുപോയി ഇട്ടത്. ഭർത്താവിനെ കാണാലെന്ന് പറഞ്ഞ് ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അന്വേഷണം നടക്കുന്നതിന്റെ ഇടെ സംശയം തോന്നിയിട്ട് മകനെ പിടിച്ചത്. മകൻ കുറ്റം സമ്മതിച്ചു. അവിടെ ഇവിടെയും കിടക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നു, തലയോട്ടി കൊണ്ടുവന്നപ്പോ തലയോട്ടിന്റെ അകത്തുനിന്ന് 4 തെരകള്, വെടിയുണ്ടകള് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് കണ്ടെത്തി. അപ്പൊ എങ്ങനെ കൊന്നത്? സ്വന്തം അച്ഛനെ വാഹനത്തിൽ കാറിൽ പോകുമ്പോ തലക്ക് വെടിവെച്ച് കൊന്ന് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മൊബൈലിൽ പകർത്തി എന്നിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി തുണ്ടമാക്കി. കയ്യിന് യാതൊരു വിറയലോ മനസ്സിനൊരു വിഷമങ്ങളോ ഒന്നുമില്ല. വല്ലാത്തൊരു പ്രതികാരദാഹം തീർത്തു സ്വന്തം അച്ഛനെ. എന്നിട്ട് പോലീസുകാരോട് കുറ്റം സമ്മതിച്ചു, ഞാൻ തന്നെ ചെയ്തത്. എന്തിനാണ് ഒരച്ഛനെ ഒരു മകൻ ഇത്രയും ക്രൂരമായി കൊന്നതെന്നറിയോ? നമ്മളൊക്കെ നിസ്സാരമെന്ന് പറയുന്ന കാര്യം എന്താ നിസ്സാരം?
മകൻ പറയാ, എന്റെ മൂത്ത 2 ആളുകളുണ്ട്, എന്റെ മൂത്ത 2 സഹോദരന്മാരുണ്ട്, അവരെ അപേക്ഷിച്ച് എന്റെ അച്ഛൻ എന്നെ പരിഗണിക്കുന്നില്ല, എന്റെ അച്ഛൻ എന്നെ പരിഗണിച്ചില്ല, എന്നെ അവഗണിച്ചു. വലിയ സമ്പന്ന കുടുംബത്തിൽ പിറന്ന ഒരു മോനാ അല്ലേ, വലിയ സമ്പന്നനായ അച്ഛനാണ്. അങ്ങനെ പിതാവ് മകനെ അവഗണിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലിൽ നിന്നും ചെറിയ ചെറിയ അകൽച്ച വന്ന് പിന്നെ കണ്ടതൊക്കെ സംശയങ്ങളായി, പ്രതികാരമായി, അവസാനം എങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചാലും അതൊക്കെ കാപട്യമായിട്ട് തോന്നി. അവസാനം വകവരുത്താനുള്ള ഒരു ദാഹവുമായിട്ട്, ക്രൂര മനസ്സുമായിട്ട് പിതാവിനെ പിന്തുടർന്ന മകനെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിവേചനം എന്ന് പറഞ്ഞ മക്കളുടെ ഇടയിൽ, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ, വ്യത്യസ്ത പ്രായക്കാരുടെ ഇടയിൽ ഒരിക്കലും ഒരു മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ ഒരു വിവേചനം ഉണ്ടാകരുതേ. പടച്ച റബ്ബ് നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കണ്ണിനൊക്കെ കുളിർമയാക്കുന്ന വിധത്തിൽ വളരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ രൂപത്തിൽ നല്ല ഒരു അവസ്ഥയിൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ ആചാരങ്ങള്, നമ്മുടെ വിശ്വാസങ്ങള് ഇതിനനുസരിച്ച് വേണം നമ്മുടെ മക്കളെയും കൂടി നമ്മൾ കൊണ്ടുവരണം. നമ്മൾ വേറെ വൈക്കും വാപ്പ കൊപ്പത്തെ ഈ പള്ളിക്കൊക്കെ വരും, മകൻ പട്ടാമ്പിക്കും പോകും വെള്ളിയാഴ്ച ചുമ്മാക്ക്. എന്താ മകൻ എവിടെ വെച്ചാല് അല്ല ഓന അവിടുക്ക പോലെ ഇങ്ങോട്ട് വരലില്ല, നമ്മളെ പൈസനെ തുടർന്ന് നിസ്കരിക്കാൻ വരില്ല. എന്താ തറാവിക്കു പെടല്ല, വേറെ ഇവൻ വേറെ. എന്നിട്ട് വാപ്പാക്ക് അതൊരു പ്രശ്നമല്ല, കാരണം അത് പ്രശ്നം ഉണ്ടായിട്ട് കാര്യമില്ല, പിടുത്തം വിട്ടുപോയി. ഒപ്പം നിന്നിട്ട് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സുന്നത്തിയമാഴ്ത്തും അത് മകനു കൂടി വാപ്പ മനസ്സിലാക്കിയത് മകനും കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയില്ല. അതാ ആശയപരമായ പൊരുത്തം എന്ന് പറഞ്ഞ വലിയ പൊരുത്ത. ആശയമായി പൊരുത്തമില്ലാത്ത മക്കൾ നമുക്കുണ്ടെങ്കിൽ അവരെ മക്കളിൽ തന്നെ എണ്ണണ്ടാന്ന ചെറിയ കാര്യം അത്. ഓനും നിസ്കരിക്കണ്ടല്ലോ, ഓനും ഖുർആാനോത്തുണ്ടല്ലോ. എന്ത് നിസ്കാരം, എന്ത് ഖുർആാനോത്ത്? നിസ്കാരത്തിനേക്കാളും ഖുർആാനോത്തിനേക്കാളും ആദ്യം വേണ്ടത് എന്താണെന്നറിയോ? കുറെ നിസ്കാരമല്ല, കുറെ ഹജ്ജല്ല വേണ്ടത്, ആദ്യം വിശ്വാസമാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ആദ്യം വിശ്വാസം, പിന്നെ വഅമിലു സ്വാലിഹാത്തി, പിന്നെയാണ് സ്വാലിഹായ അമല്. ആദ്യം വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന്റെ കൂടെ വിശ്വാസത്തിൽ നിന്നും, നമ്മുടെ അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ നിന്നും അകന്നോ അവനെ മക്കൾ എന്ന് പറയരുത് എന്ന താക്കീതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് അവിടെ പറയുന്നത്. ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ എന്താ പറയണമെന്ന് അറിയോ? നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടായി 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും കാര്യമായി ഒരു പ്രതികരണമില്ലാതെ, കൂടുതൽ ആളുകളൊന്നും ദീനിലേക്ക് വരാതെ അങ്ങനെ നിരാശപ്പെട്ടിട്ട് അള്ളാഹുവെ ഇനി ഞാൻ എന്താ ചെയ്യാ, ഇനി എന്താ ചെയ്തോ എന്നുള്ള വിധത്തിൽ കൈമലർത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹ് പറഞ്ഞു, ഒരു കപ്പലുണ്ടായിക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. നൂഹ് നബി അലൈഹി സ്വലാം നല്ല മരങ്ങളൊക്കെ കൊണ്ടുപോയി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽനോട്ടത്തിലായിട്ട് കപ്പൽ എന്ന ആശയം, വെള്ളത്തിന്റെ മുകളിൽ താഴ്ന്നു പോകാത്ത വിധത്തിലുള്ള ഒരു വാഹനം ഉണ്ടാക്കിയിട്ട് ആ കപ്പൽ, അപ്പം മഴയും വെള്ളമൊന്നുമില്ല, കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളോട് കയറാൻ പറഞ്ഞു. പൊരിയും വെയിലിങ്ങനെ അരിക്കുമ്പോ കൊട്ടം വേനലാണ് അല്ലേ, കൊട്ടം വേനല്, പുല്ലും ഒന്നും മുളക്കാത്ത ആ സ്ഥലത്ത് ഒരു കപ്പലുണ്ടാക്കിയിട്ട് നൂഹ് നബി തന്നെ കൊണ്ട് വിശ്വസിച്ച 10-60ഓളം ആളുകളെയും കയറ്റി, കുറച്ച് മൃഗങ്ങളെയൊക്കെ കയറ്റി 2 തട്ടിലൊക്കെ ആക്കിയിട്ട് എന്നിട്ട് പറയാണ്, ദാ ഇപ്പൊ വരും, ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവും. ആകാശത്തേക്ക് നോക്കുമ്പോഴോ കാർമേഘങ്ങളൊന്നുമില്ല, ഒരു തണുത്ത കാറ്റുമില്ല, ഒരു ലക്ഷണമില്ല. എന്നിട്ട് പറയാണ്, കൊട്ടം പറമ്പില് ഇതേമാതിരി മരം കൊണ്ട് ഒരു കൂടുണ്ടാക്കിയിട്ട് അതിലിരുന്നിട്ട് ഇതാ വെള്ളം അടിയുന്നും മേലൊന്നും ഒന്നായിട്ട് വെള്ളം വരും, ആകെ മൂടും. അത് വിശ്വസിക്കനെ അതിൽ കയറുള്ളൂ. നൂഹ് നബിനെ കൊണ്ട് വിശ്വസിച്ചവരതിൽ കയറി. അപ്പോഴാണ് മോൻ അതിലെങ്ങനെ പോണത്. കനാൻ മോനെ എടാ വാ, എങ്ങട്ട്? എടപ്പ മഴ പെയ്ത് വെള്ളം ഉണ്ടാവും ഇവിടെ ഒന്നായിട്ട് വെള്ളം വരും, ഒന്നിച്ച് ഇടമുറിയാത്ത വെള്ളം കോരിച്ചെരിയുന്ന മഴയുണ്ടാവും. അങ്ങനെ മഴ പെയ്താല് ചെന്നൈയിലുണ്ടായതുപോലെ അവരൊക്കെ വിചാരിച്ചാ ഇവിടെ ഇത്രയും കാലം 100 കൊല്ലമായിട്ട് പെയ്ത മഴന്റെ അളവ് എത്രയെന്നും വെള്ളം എത്രയും മൂടിയും ഞങ്ങൾക്ക് അറിയാം എന്ന് വിചാരിച്ചിട്ടാ ചെന്നൈയിലെ ആൾക്കാരൊക്കെ പെരയിൽ തന്നെ ഇരുന്നത്.
അവസാനം ഒന്നിച്ച് ഡാം പൊട്ടി, കരകവിഞ്ഞൊഴുകി, വെള്ളം മൂടി, കുറെ ആളുകൾ മരിച്ചു, കോടിക്കണക്കിന് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇല്ലേ? കന്നാനും പറഞ്ഞാതാ ഈ ആദി വെയിലരിക്കുമ്പോ മഴ പെയ്യാന്നോ. ഇനിയിപ്പൊ അങ്ങനെ ഒരു മഴ പെയ്താൽ തന്നെ ഇവിടെ ഇപ്പൊ എത്ര വെള്ളം ഉണ്ടാവുള്ളൂ എനിക്കറിയാം. വാപ്പാന്റെ ആ പൊട്ടത്തരത്തിന് ഇന്നെ കിട്ടൂല. ഞാൻ ഇപ്പൊ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാ, പഴയ ആളൊന്നല്ല. ന്യൂ ജനറേഷൻ, അന്നത്തെ ന്യൂ ജനറേഷനാണ് മകൻ കന്നാൻ. മോനെ, എടാ അടീന്ന് ഉറവും വരും കേട്ടോ, വെറും മഴയല്ല, അടീന്ന് ഉറവും വരും. തിരമാലകൾ അടിച്ച് കരയിലേക്ക് കയറും, എല്ലാം നശിക്കും. അള്ള നശിപ്പിക്കും. അള്ളേട്ടോ പറഞ്ഞത്, അള്ളാന്റെ മുന്നറിയിപ്പാട്ടോ. ഞാൻ കള്ളം പറയല്ലോ, ഞാൻ അള്ളാന്റെ പ്രവാചകനാട്ടോ. ഒന്ന് വന്ന് കയറും മോനെ, ഞാനല്ലേ വിളിക്കണത്. ആ വാപ്പ ആണെങ്കിൽ കയറിക്കോ, ഈ സമയത്തൊക്കെ ആ കപ്പലും കയറിയിരിക്കുക, എനിക്ക് ആ പിരാന്തൊന്നുമില്ല. ആരാ അന്തല്ലാത്ത ആൾക്കാരാരച്ച കയറിക്കോട്ടെ. മോന്റെ ധിക്കാരം. മോനെ, ഇനി അഥവാ വെള്ളം കയറി എന്താടാ ചെയ്യാ? അങ്ങനെ വെള്ളം കയറുകയാണെങ്കിൽ ഞാൻ നമ്മളെ തൊട്ടടുത്ത മരന്റെ ബോധ്യോളം കയറും. അത്രയൊന്നും എന്തായാലും വെള്ളം വരില്ലല്ലോ. ഇനി അതിനേക്കാളും വരികയാണെങ്കിൽ അതിന്റെ മുകളിൽ കയറും, ആ കുന്നിന്റെ മുകളിൽ കയറും. ഇനി വെള്ളം വരികയാണെങ്കിലോ ഞാൻ അതിന്റെ മുകളിൽ വലിയൊരു മരണ്ട അയിമ കയറും. അവിടേക്ക് എന്തായാലും വരൂല. ഇത്രയും കാലം വന്നിട്ടില്ലല്ലോ, ചരിത്രത്തിൽ എവിടെ ഇല്ലല്ലോ. എന്നാലും വാപ്പാന്റെ പൊട്ടത്തരത്തിന് ആ കപ്പലിൽ ഞാൻ കയറല്ല. മകനത് തീരുമാനിച്ചു. അള്ളാഹു പറഞ്ഞതുപോലെ കൃത്യസമയത്ത് ആകാശം ഇരുണ്ടുകൂടി, കാർമേഘങ്ങൾ പുകച്ചുരുളുകളായിട്ട് ഒന്നിച്ച് കുന്നുകൂടി വന്നു. നിമിഷങ്ങളെ കൊണ്ട് ഉദിച്ചു നിന്ന സൂര്യനെ കാണാതെയായി. പെട്ടെന്ന് അർദ്ധരാത്രി പോലെ കറുത്തിരുണ്ടു. കോരിച്ചെരിയുന്ന മഴ, മുന്നിലുള്ളവരെ പോലും കാണാൻ കഴിയാത്ത വിധം മഴ പെയ്തു. ഭൂമിയിൽ നിന്നും ഒന്നിച്ചു ഉറവ പൊങ്ങി, തള്ളച്ചു മറിഞ്ഞു പൊങ്ങി. കടലിൽ നിന്ന് തിരമാലകൾ പർവ്വത സമാനമായിട്ട് അടിച്ചു കയറി. അപ്പോഴും വിളിച്ചു, മോനെ വാട്ടോ. ഞാനില്ല, നിവൃത്തില്ല, പൊന്നുമോൻ വരൂല എന്ന് മനസ്സിലാക്കിയ ഒരു പിതാവിന്റെ വേദന കൊണ്ട് ഇനി ഓനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി റബ്ബിനോടൊന്ന് പറയാ. അങ്ങനെയാണ് സൂറത്ത് 11-ാം അധ്യായത്തിലെ 45-ാം വചനത്തിൽ പറയുന്നത്. വനാദാനൂഹുൻ റബ്ബഹു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനെ വിളിച്ച സന്ദർഭം ഒന്ന് ഓർക്കണേ നബിയെ. ഫഖാല, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നബ്നീ മിൻ അഹ്ലി. അല്ലാഹുവേ, എന്റെ മോനാണത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ. നീ ഒന്ന് അവന്റെ മനസ്സൊന്ന് മാറ്റിക്കൊടുക്കണേ, നീ ഒന്ന് കേറ്റണേ. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, എന്റെ ചോരയിൽപ്പെട്ട ആളാണ്, എന്റെ ഭാര്യ പ്രസവിച്ചതാണ്. അല്ലാഹുവേ, എന്റെ മോൻ ഓർക്കാൻ വയ്യ. എന്റെ മോൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഓൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, ധിക്കാരം കൊണ്ട് മാറി നിൽക്കുകയാണ്. നിശ്ചയമായും അങ്ങയുടെ അല്ലാഹുവേ, നിന്റെ വാഗ്ദാനം അത് സത്യമാണ്. നീ പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടക്കും. ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ തന്നെ പെയ്യുക തന്നെ ചെയ്യുമല്ലോ. വഅൻത അഹ്കമുൽ ഹാകിമീൻ. നീ വിധികർത്താക്കൾ ഏറ്റവും വലിയ ന്യായാധിപനാണ്, വിധികർത്താവാണ്. അള്ളാന്റെ മകൻ പടച്ചോനോട് പറയാ, എന്റെ കുട്ടി പള്ളിക്കൊക്കെ 20 നിസ്കരിച്ചാൻ വരുന്നില്ലല്ലോ, എന്റെ കുട്ടി ഇപ്പൊ അതൊക്കെ ശിർക്കാണ് പറഞ്ഞ് നടക്കുകയാണല്ലോ, എന്റെ കുട്ടി പ്രവാചകനൊക്കെ കളവാക്കുകയാണല്ലോ, എന്റെ കുട്ടി മുഴുവൻ അമ്പിയാവുലിയാക്കളും കള്ളന്മാരാണെന്ന് പറയാണല്ലോ. പടച്ചോനെ, എന്റെ കുട്ടിനെ ഒന്ന് നന്നാക്കണേ. അപ്പാർക്ക് ഉണ്ടാവും ചിലപ്പോ, അല്ലേ? അതേ വേവലാദ്യ നൂഹ് നബി അലൈഹി സ്വലാം, പടച്ചോനെ, എന്റെ കുടുംബത്തിൽപ്പെട്ടാണ്, ഇന്ന മിൻ അഹ്ലി ഇന്നബിനി റബ്ബി ഇന്നബിനി മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ ആളാണ്, എന്റെ മോനാണ്. അല്ലാ, നീ ബാക്കിയൊക്കെ പോയാലോ ആ കുട്ടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ. ഉടനെ വന്നു മറുപടി എന്താണെന്നറിയോ? എന്താ മറുപടി? അത് ഞാൻ ശരിയായിക്കോളാം, എന്നാ ചെറുക്കനാണ് കയറ്റിക്കോ എന്നല്ല പറഞ്ഞത്. ചെറുക്കനാണ് കയറ്റിക്കോ, ഓ രക്ഷപ്പെട്ടെ, നിങ്ങളെ മകനല്ലേ, ചെറിയൊരു പരിഗണന അല്ലേ, അത് ഞാൻ ശരിയാക്കി. അല്ല, അള്ള പറഞ്ഞത് എന്താ? ഖാലയാനോ, പേരെടുത്തിട്ടാ പറഞ്ഞ, ഖാലയാനോ ഇന്നഹു ലൈസ മിൻ അഹ്ലിക. നൂഹേ, എന്തേ പറഞ്ഞത്? അന്റെ അഹ്ലിൽപ്പെട്ടതാണെന്നോ? എന്നാ കേട്ടോ, നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല.
മകൻ എന്ന് പറഞ്ഞാൽ DNA ടെസ്റ്റിൽ യോജിച്ചാൽ മാത്രം പോരല്ലോ. എന്റെ ഭാര്യ പ്രസവിച്ചു എന്നതുകൊണ്ട് മകനാവൂല. ഞാൻ ഓന്റെ അപ്പയാണ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ചെലവിൽ എന്റെ കുടിയിലാണ് താമസിക്കുന്നത് എന്തുകൊണ്ട് മകനാവൂലല്ലോ. പിന്നെയോ നൂഹ ലൈസ മിൻ അഹ്ലിക, അന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, അന്റെ മോനല്ലത്. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, നിശ്ചയമായിട്ടും അവന്റെ പ്രവർത്തനം വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. ഓന്റെ ചിന്താഗതി, ഓന്റെ വിശ്വാസം, ഓന്റെ നടപടിക്രമങ്ങള് അത് മോശമാണ് നൂഹേ. അതുകൊണ്ട് നിന്റെ മോന്റെ കൂട്ടത്തിൽപ്പെട്ടൂല. ഇനി ഫലാ തസ്അൽനി മാ ലൈസ ബിഹി ഇൽമ, ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ. വിവരമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതേ. അള്ളാഹ് താക്കീത് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. വിവരമില്ലാത്ത പൊട്ടത്തരങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഇന്നി അഅ്ളുക അൻ തകൂന മിനൽ ജാഹിലീൻ, നീ ജാഹിലീങ്ങൾ പെടുന്നത് ശ്രദ്ധിക്കണേ. എന്നോട് ഞാൻ ഉപദേശിക്കുകയാണ്, ജാഹിലീങ്ങൾ പെട്ടുപോകരുത്. എന്തേ പറഞ്ഞത്? എന്റെ മോനാണ്, ഓൻ കുറച്ച് പേവുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു പോകരുത്. പേച്ച തന്നെ. മാതാപിതാക്കളുടെ വിശ്വാസത്തിൽ നിന്നും, മാതാപിതാക്കളുടെ നടപടിക്രമങ്ങളിൽ നിന്നും, മാതാപിതാക്കളുടെ ആ അനുഷ്ഠാനങ്ങളിൽ നിന്നും, ആ അഹ്ലുസുന്നയിൽ നിന്നും പേച്ചാൽ നേരാക്കാൻ നോക്കുക. ഇല്ലേ അതിന്റെ പേരിൽ വേവലാതിപ്പെട്ടിട്ട് വിഷമിച്ചുകൊണ്ട് നടക്കണ്ട. അല്ല എന്നുള്ള മുന്നറിയിപ്പാണ് സൂറത്ത് നൂഹിലൂടെ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനുള്ള താക്കീതിലൂടെ അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ജനിച്ച നമ്മുടെ പൊന്നു മക്കളെയൊക്കെ സ്വർഗ്ഗലോകം വരെ കൊണ്ടുപോകാനും അവിടെ ഒരുമിച്ച് ജീവിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും നമ്മുടെ ഖുർറത അയ്യുൻ, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കി ജീവിക്കാൻ, കൊണ്ടു നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ പഠിക്കുന്ന ആളുകളാണ്, പല സ്ഥലങ്ങളിലായി പഠിക്കുന്ന ആളുകളാണ്, പല കോളേജുകൾ, പല നാടുകളിൽ. അവർക്കൊക്കെ സമാധാനത്തോടുകൂടെ സുരക്ഷിതമായിട്ട് പിന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങളും തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ. വഴി പിഴക്കാത്ത, നമ്മുടെ ആദർശത്തിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മളിൽ നിന്നും വിട്ടുപോകാത്ത, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന മക്കൾ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. പിഴച്ചു പോകുന്ന എന്തെല്ലാം ദുർചിന്തകളുണ്ടോ, എന്തെല്ലാം വഴികേടിലാക്കുന്ന കാര്യങ്ങളുണ്ടോ, അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മൾക്ക് ഈമാനും തഖ്വയും ഇഖ്ലാസും അല്ലാഹു തആല നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.